morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള പുതിയ ചാപ്റ്റർ തുടങ്ങി. അതിൽ നമ്മൾ വെക്ടർ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചു. വെക്ടർ ക്രോസ് പ്രോഡക്റ്റ് ഈ ചാപ്റ്ററിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് കാണുക, ക്രോസ് പ്രോഡക്റ്റിന് ഡയറക്ഷൻ കാണാനുള്ള റൈറ്റ് ഹാൻഡ് റൂള് അത് പലപ്പോഴും ആവശ്യം വരും. നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ അതിൻ്റെ വെക്ടർ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഡയറക്ഷൻ കണ്ടെത്തുന്ന രീതി മനസ്സിലാകണമെങ്കിൽ ചിലപ്പോൾ പറയും ഇൻ ദിസ് കേസ് ദി വെലോസിറ്റി ഓർ ദ റേഡിയസ് വെക്ടർ, പൊസിഷൻ വെക്ടർ ആൻഡ് ഫോഴ്സ് ആർ പെർപെൻഡിക്കുലർ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ടോർക്ക് ഈസ് പാരലൽ ടു ദി ആക്സിസ് എന്നൊക്കെ പറയും. അത്തരം ഘട്ടങ്ങളിലൊക്കെ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അത് പാരലൽ ആയത്, എങ്ങനെയാണ് അത് പെർപെൻഡിക്കുലർ ആയതെന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് റൂള് ശരിക്കും അപ്ലൈ ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ സ്ക്രൂ റൂള് ശരിക്കും അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അത് നമ്മൾ പഠിച്ചു. പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണുന്ന രീതി പഠിച്ചു. അനലിറ്റിക്കൽ ഫോമിൽ എങ്ങനെയാണ് വെക്ടർ തന്നാൽ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നൊക്കെ പഠിച്ചു. അതിനുശേഷം റിജിഡ് ബോഡി എന്താണെന്ന് പറഞ്ഞു. റിജിഡ് ബോഡിക്ക് ഡിഫറെന്റ് മോഷൻസ് പോസിബിൾ ആണ് എന്ന് പറഞ്ഞു. റൊട്ടേഷൻ, പ്യുവർ റൊട്ടേഷണൽ മോഷൻ, പ്യുവർ ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ. തൽക്കാലം ഈ വർഷം ഈ +1 കോഴ്സിൽ നമ്മൾ പ്രസഷൻ എന്നുള്ള മോഷൻ ഓഫ് ദി റിജിഡ് ബോഡി, പ്രസഷനും മ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്ന വേറെ മോഷൻസും ഉണ്ട്. അല്ല, പ്രസഷനും മ്യൂട്ടേഷനും അല്ലെങ്കിൽ പ്രസഷൻ നമ്മൾ അവിടുന്ന് റൊട്ടേഷനും ട്രാൻസ്ലേഷനും ഒഴികെയുള്ള മോഷൻസ് നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന റിജിഡ് ബോഡീസിനൊക്കെ എന്ത് തരം മോഷൻസ് ഉണ്ടാവുള്ളൂ? ഇറ്റ് മേ ഹാവ് എ റൊട്ടേഷണൽ മോഷൻ or it can have a translational motion. Excuse me, 1 minute. അപ്പോൾ റൊട്ടേഷണൽ മോഷനും ട്രാൻസ്ലേഷണൽ മോഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ മോഷൻ ഓഫ് എ ജനറൽ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ അന്നെങ്കിൽ റൊട്ടേഷൻ മാത്രമാകാം. റിജിഡ് ബോഡിയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പോയിന്റിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ റിജിഡ് ബോഡിക്ക് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാകാം, അതോടൊപ്പം തന്നെ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകാം. സാധാരണ കേസിൽ നമ്മളൊരു ഒരു വലിയ ഒരു ഒബ്ജക്ട് എയറിലേക്ക് ത്രോ ചെയ്താൽ, ഒരു പ്രൊജക്ടൈലായിട്ട് ത്രോ ചെയ്താൽ, നമ്മൾ ഇതുവരെ പഠിച്ചത് പ്രൊജക്ടൈൽ വിൽ ഫോളോ ദി പാത്ത് ഓഫ് പരാബോളിക് പാത്തിലായിരിക്കും ഒരു പ്രൊജക്ടൈൽ മൂവ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ഒരു റിജിഡ് ബോഡി, നിങ്ങളൊരു വടി എടുത്തിട്ട് എറിയുകയാണ്. അപ്പൊ ആ വടി എറിയുമ്പോൾ ആ വടി ചിലപ്പോൾ ഇങ്ങനെ തിരിയുന്നുണ്ടാവും. അതോടൊപ്പം മൊത്തത്തിൽ ആ വടി ഒരു പരാബോളിക് പാത്തിലാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ആ സ്റ്റിക്കിന്റെ ഓരോ പോയിന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഒരു എൻ പോയിന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ആ എൻ പോയിന്റിനെ മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു സ്ട്രിക്റ്റ് പരാബോളിക് പാത്ത് അല്ല. പരാബോളയോടൊപ്പം അത് റൊട്ടേഷനും, ഒരു പരാബോളനെ ചുറ്റുന്ന ഒരു ഹെലിക്കൽ പാത്തിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് പാത്തിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്, ഒരു സ്ട്രിക്റ്റ് പരാബോളയിലല്ല. പക്ഷെ ആ വടിയിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് കറക്റ്റ് പരാബോളിക് പാത്തിൽ മൂവ് ചെയ്യും. ആ പോയിന്റ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്നൊക്കെ പറയും. അതിലേക്കാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചു വെച്ചത് റിജിഡ് ബോഡി എന്താണ്, റിജിഡ് ബോഡിയുടെ പ്രത്യേകത, അതിന്റെ ഷേപ്പ് മാറൂല, അതിലെ 2 പോയിന്റ്സ് തമ്മിലുള്ള അകലം എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്താലും അത് മാറ്റാൻ പറ്റില്ല, റിജിഡ് ആണ്, സ്റ്റിഫാണ്. അതാണ് പഠിച്ചത്. അങ്ങനെയുള്ള റിജിഡ് ബോഡീസിന്റെ മോഷൻ, അതിന് എക്സാമ്പിൾസും പഠിച്ചു. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി പഠിക്കാം. So let me share my screen.
So the general motion of a rigid body is usually rotation or translation or combination of rotation and translation. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെപ്പോഴും കാണുന്ന ഒരു കേസാണിത്. ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ ത്രോ ചെയ്താലും അതിന് നോർമലി റൊട്ടേഷനും ട്രാൻസ്ലേഷനും ഉണ്ടാവും. സീലിംഗ് ഫാൻ പോലെയുള്ള ഒരു ഫിക്സ് ചെയ്ത ഒബ്ജക്റ്റ് ആണെങ്കിൽ, റിജിഡ് ബോഡി ആണെങ്കിൽ, പിന്നെ അതിന് പോസിബിൾ ആകുന്നത് റൊട്ടേഷൻ അബൌട്ട് ദാറ്റ് ഫിക്സഡ് ആക്സിസ് ത്രൂ ദാറ്റ് ഫിക്സഡ് പോയിന്റ്. ആ ഫിക്സഡ് പോയിന്റിൽ എവിടെയാണ് അതിന് ഫിക്സ് ചെയ്ത് വെച്ചാൽ അതിലൂടെയുള്ള ഒരു ആക്സിസ് സങ്കല്പിച്ചാൽ അതിന് അബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷൻ. ഇത് മാത്രമാണ് റിജിഡ് ബോഡിക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഈ വൺ പോയിന്റ് ഓഫ് ദി ബോഡി ഈസ് ഫിക്സഡ്. അല്ലെങ്കിൽ റൊട്ടേഷനും ട്രാൻസ്ലേഷനും അതിനുണ്ടാവാം. അത് നമ്മൾ ഈ രണ്ട് മോഷനെ കുറിച്ചിട്ട്, ഈ കമ്പൈൻഡ് മോഷനെ കുറിച്ച്, ട്രാൻസ്ലേഷണൽ മോഷനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിന്റെ റൊട്ടേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോവാണ്. ഓൾസോ ദി കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. അത് രണ്ടും കമ്പൈൻ ചെയ്തുള്ള മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോ റിജിഡ് ബോഡി, ഈ ചാപ്റ്ററിന്റെ പേരെന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ്. റിജിഡ് ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാം ഒരു സിംഗിൾ പാർട്ടിക്കിൾ അല്ല, എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ചിലപ്പോൾ 2 പാർട്ടിക്കിൾ, 3 പാർട്ടിക്കിൾ, ചിലപ്പോൾ ഇൻഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ. എക്സാമ്പിൾ, ഇപ്പൊ റിജിഡ് ബോഡി എടുത്താൽ റിജിഡ് ബോഡിനെ നമ്മൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡി ഒരു ഒറ്റ പാർട്ടിക്കിൾ അല്ല. ആ റിജിഡ് ആയിട്ടുള്ള ആ ബോഡി മേ ബി എ സ്റ്റിക്ക്, റോഡ്, സ്ഫിയർ എക്സെട്ര. എന്തായാലും അത് റിജിഡ് ബോഡിയാണ്. അപ്പൊ അതിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്മോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഈച്ച് ഹാസ് മാസ് m1 m2 m3 എക്സെട്ര. ചെറിയ മാസ് ഉള്ള m1 m2 m3 മാസ് ഉള്ള ചെറിയ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്തിട്ട് അതിനെ ബൈൻഡ് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയതാണ് ഈ റിജിഡ് ബോഡി എന്ന് സങ്കല്പിക്കാം. നമുക്ക് അങ്ങനെ സങ്കല്പിക്കാറ്. ഒരു സ്റ്റിക്കിനാണെങ്കിൽ അതിലുള്ള ഓരോ ചെറിയ 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 മാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സങ്കല്പിക്കാം. അതിന്റെ കളക്ഷൻ ആണ് ആ റിജിഡ് ബോഡി എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠനം നടത്തുന്നത്. ഓക്കെ. സോ വി ഓൾവേസ് treat a rigid body as a system of large number of small particles, each has mass m1 m2 m3 etc. m1 m2 m3 എക്സെട്ര മാസ് ഉള്ള ധാരാളം പാർട്ടിക്കിൾസിന്റെ ഒരു കളക്ഷൻ ആണ് റിജിഡ് ബോഡി എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അത്തരം സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച്. അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് റിജിഡ് ബോഡി. 2 മാസമുള്ള പാർട്ടിക്കിളും, 2 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 2 മാസസ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാവും, 3 മാസസ് ഉള്ള ഉണ്ടാവും, 10 മാസസ് ഉള്ളതൊക്കെ നമുക്ക് പറയാം. ഉദാഹരണത്തിന് നമ്മളുടെ സോളാർ സിസ്റ്റം ഒരു സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മൊത്തം സോളാർ സിസ്റ്റത്തിൽ നമ്മൾക്ക് സൺ അടക്കം ഒരു 9+1 10 പാർട്ടിക്കിൾസിന്റെ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഓരോ പ്ലാനറ്റിനെയും പാർട്ടിക്കിൾസിനെയും 10 അതിന്റെ സാറ്റലൈറ്റുകളൊക്കെ വരുമ്പോൾ ഒരുപാടുണ്ടാവും, 10 ഉണ്ടാവും. മെയിൻ പ്ലാനറ്റ്സും സണ്ണും മാത്രം വരുമ്പോൾ 10 വരും. അതിന്റെ സാറ്റലൈറ്റുകളൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റമാവും. നമ്മുടെ എർത്ത് മൂൺ സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. ഭൂമിയും ചന്ദ്രനും മാത്രം, വേറെ ആരും ഇല്ലാന്ന് സങ്കല്പിക്കുക. അപ്പൊ ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയെ ചുറ്റും. ഇതാണ് അവിടുത്തെ പിക്ചർ. സണ്ണിന്റെ അട്രാക്ഷൻ ഒക്കെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ സണ്ണിന്റെ അട്രാക്ഷൻ ഉള്ളതിന്റെ എഫക്ട് എന്താണ്? ചന്ദ്രനും ഭൂമിയും സൂര്യന് ചുറ്റും അങ്ങനെ തിരിയുന്നുണ്ട്. അത് ഫോർഗറ്റ് ചെയ്താൽ പിന്നെ ആകെയുള്ള മോഷൻ എന്താണ്? മൂൺ റിവോൾവ്സ് അറൗണ്ട് ദി സൺ. അപ്പൊ എർത്ത് മൂൺ സിസ്റ്റം ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് 2 പാർട്ടിക്കിൾസ്, 2 പാർട്ടിക്കിൾസ്, ഒന്ന് എർത്ത് ഒന്ന് മൂൺ. എപ്പോഴാണ് ഒരു വലിയ ബോഡിയെ ഒരു ചെറിയ പാർട്ടിക്കിൾ ആയിട്ട് സങ്കല്പിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. നമ്മൾ നമ്മൾ പഠനത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസുകളൊക്കെ ഈ പാർട്ടിക്കിളിന്റെ സൈസിനേക്കാൾ വളരെ ലാർജ് ആണെങ്കിൽ യു ക്യാൻ ട്രീറ്റ് ദം ആസ് പാർട്ടിക്കിൾസ്. ഈ ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ വളരെ ലാർജ് ആണ്. For example, when you study the Earth Moon system, the distance between Earth and Moon is much greater than the radius of Earth or the radius of Moon. അപ്പൊ നമുക്ക് അവിടെ എർത്തിന് ഒരു പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം, മൂണിന് ഒരു പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ഇസ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം. ഇതൊക്കെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് എക്സാമ്പിൾ ആണ്. അതാണ് പറഞ്ഞത്. സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നാൽ ഇതിന്റെ ഹെഡ് ഇത് നോട്ടിൽ ആവശ്യമുള്ളവർ എഴുതിയെടുത്താൽ മതി. പരീക്ഷയ്ക്ക് വാട്ട് ഈസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്നൊന്നും ചോദിക്കില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെങ്കിലും ഈ ചാപ്റ്റർ മനസ്സിലാവും. So means system of particles means a system more than one particles. A system containing more than one particle എന്നാണ് വേണ്ടത്. Means a system having more. ചെറിയൊരു കറക്ഷൻ വരുന്നത്. Means a system
So system of particles means a system with more than one particle. More than one particle. More than one particle. In such a system, there may be large number of particles which interact with each other. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഒന്നിലധികം പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് പരസ്പരം ഫോഴ്സുകൾ ഉപയോഗിച്ച് ഇന്ററാക്ട് ചെയ്യും. എ എന്ന പാർട്ടിക്കിൾ ബീനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ദർ ഇസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓർ എനി അതർ ഇലാസ്റ്റിക് ഫോഴ്സ് എക്സെട്ര, ഏത് തരം ഫോഴ്സും ആകാം. അപ്പോൾ ആ പാർട്ടിക്കിൾസ് പരസ്പരം ഫോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ജനറൽ ആയിട്ട് ഇന്ററാക്ട് എന്ന് പറയുക. ഇന്ററാക്ഷൻ എന്ന പദം കൊണ്ട് ഫിസിക്സിൽ എപ്പോഴും അർത്ഥമാക്കുന്നത് ടു എക്സേർട്ട് ഫോഴ്സ് ഈച്ച് അതർ. അപ്പോഴാണ് നമ്മളവിടെ ഇന്ററാക്ഷൻ ഉണ്ടായി എന്ന് പറയാം. സോ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ആ പാർട്ടിക്കിൾസ് പരസ്പരം ഫോഴ്സുകൾ അപ്ലൈ ചെയ്യും, എക്സേർട്ട് ചെയ്യും. അത്തരം ഫോഴ്സുകൾ നമ്മൾ പറയും ഇന്റേണൽ ഫോഴ്സസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ പഠനത്തിൽ ഇന്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും വളരെ പ്രധാനമാണ്. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദി ഫോഴ്സ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ഓഫ് ദി സിസ്റ്റം. ആ സിസ്റ്റത്തിന് ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ എർത്ത് മൂൺ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എർത്തും മൂണും തമ്മിലുള്ള അട്രാക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ആൻ ഇന്റേണൽ ഫോഴ്സ്. സൺ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ എർത്തിനും മൂണിനും ഒക്കെ ഉണ്ട്. അത് എന്താണ്? എക്സ്റ്റേണൽ ആണ്. നമ്മൾ എർത്ത് മൂൺ സിസ്റ്റം മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ, ബിക്കോസ് സൺ ഈസ് ആൻ എക്സ്റ്റേണൽ ഒബ്ജക്ട്. നമ്മളെ സിസ്റ്റത്തിൽ രണ്ടാളെ ഉള്ളൂ. ഒരു മോളിക്യൂൾസിന്റെ കളക്ഷൻ, വാട്ടർ, ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം, ദാറ്റ്സ് എ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത് അതിലുള്ള കോടിക്കണക്കിന് മോളിക്യൂൾസ് പരസ്പരം ഫോഴ്സസ് ഓഫ് അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ ഉണ്ടാവും. അത്തരം ഫോഴ്സുകളൊക്കെ ഇന്റേണൽ ആണ്. that forces are the internal forces. പക്ഷെ ആ മൊത്തം വാട്ടർ മോളിക്യൂൾസിന്റെ മുകളിൽ എക്സ്റ്റേണൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എർത്ത് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ്, എന്താണ് ഇന്റേണൽ ഫോഴ്സ് എന്നുള്ളത് തറോ ആയിട്ട് മനസ്സിലാക്കണം. Internal forces are forces between the particles of the system. External forces are the forces exerted on the particles of the system from anything else. അതിലുള്ള പാർട്ടിക്കിൾ അല്ലാത്ത വേറെ എവിടെ നിന്ന് ഫോഴ്സ് അനുഭവപ്പെട്ടാലും ഫോഴ്സ് കൊടുത്താലും അതൊക്കെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇനി ഈ ഇന്റേണൽ ഫോഴ്സസിന്റെ സ്വഭാവം, അത് ഓരോ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സേർട്ട് ചെയ്യും. ഇപ്പൊ ഈ M1 എന്ന മാസമുള്ള ഒരു ചെറിയ പാർട്ടിക്കിൾ, സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടിക്കിൾ M2 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ M2 തുല്യമായ എതിർ ഫോഴ്സ് M1 എക്സേർട്ട് ചെയ്യും. ഇത് എവിടെ നിന്ന് വരുന്നതാണ്? ന്യൂട്ടന്റെ തേർഡ് ലോ. സോ ന്യൂട്ടൺസ്, ആസ് പെർ ന്യൂട്ടൺസ് തേർഡ് ലോ ഓർ ലോ, internal forces exist in equal and opposite pairs. ന്യൂട്ടന്റെ തേർഡ് ലോ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ ഫോഴ്സസ് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്? എ ബിയിൽ എക്സേർട്ട് ചെയ്യുന്ന അതേ ഫോഴ്സ് തിരിച്ചങ്ങോട്ടും എക്സേർട്ട് ചെയ്യും. സോ എപ്പോഴും M1, M2, M3, M4 എക്സെട്ര ആർ ദി സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് എ സിസ്റ്റം. M1 M2 ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ M2 M1 തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പൊ നമുക്ക് എപ്പോഴും പറയാം ദി ഇന്റേണൽ ഫോഴ്സസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പെയർസ്. ഇനി ഇതിന് എക്സാമ്പിൾ ആണ് എർത്ത് മൂൺ സിസ്റ്റം, സോളാർ സിസ്റ്റം, റിജിഡ് ബോഡി, ലിക്വിഡ് ഇൻ എ വെസൽ എക്സെട്ര. എല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എന്തൊരു സാധനം എടുത്താലും അത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണ്. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. സ്റ്റഡിയിങ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫിസിക്സ്. ബിക്കോസ് നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ മൈക്രോസ്കോപ്പിക് വേൾഡിൽ, ഈ മൈക്രോസ്കോപ്പിക് വേൾഡിൽ ചെന്നാലും എവിടെ പോയാലും നമ്മൾ ഒരു സിസ്റ്റം എന്ന് പറയുന്നതിൽ ഒന്നിലധികം പാർട്ടിക്കിൾസ് എപ്പോഴും ഉണ്ടാവും. ഇറ്റ്സ് വെരി റയർ ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഇതിൽ നോട്ടായിട്ട് എഴുതേണ്ടത്, എഴുതണമെന്നില്ല, പക്ഷെ ഇന്റേണൽ ഫോഴ്സ് എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്താണെന്ന് വിശദീകരിച്ച് എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എഴുതാം. ഇത് നിർബന്ധമാണ്. ദ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് എ സിസ്റ്റം ആർ കാൾഡ് ഇന്റേണൽ ഫോഴ്സ് ആൻഡ് എനി അതർ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി പാർട്ടിക്കിൾസ് ഓഫ് ദി സിസ്റ്റം ഫ്രം ഔട്ട്സൈഡ് ആർ കാൾഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്. And by Newton's third law, the internal forces always exist in equal and opposite pairs. Examples for Earth, Moon system, okay, solar system, okay, example വേണമെങ്കിൽ okay, പെട്ടെന്ന് പൂർത്തീകരിക്കും. So that is all about basic ideas about system of particles. അപ്പോൾ തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്ത് ബോഡി, എന്ത് ഒബ്ജക്റ്റ് ആയാലും
that is a system of particles. എന്തിനാണ് നമ്മൾ ഇങ്ങനെ വലിയൊരു ഒബ്ജക്റ്റിനെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ പലർക്കും. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻസ്, നമ്മളെ കയ്യിലുള്ള ഫിസിക്സിലെ ലോസ് ആർ ഡിഫൈൻഡ് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. ഡിഫൈൻഡ് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. ന്യൂട്ടൺസ് ലോ ആണ് നമുക്കുള്ളത്. That is defined for a single particle of mass m. If F is the force acting on a particle of mass m, then its acceleration is a, then F is equal to ma. അതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. അപ്പോൾ ഒരു ഓർഡിനറി ഒബ്ജക്ട്സ് ഒന്നും തന്നെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ അല്ല, ഇത് ഒരുപാട് പാർട്ടിക്കിൾസ് ആണ്, ഒരുപാട് മോളിക്യൂൾസ് കൂടിയുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്തേ പറ്റുള്ളൂ, അതിനൊരു ഒന്നിലധികം പാർട്ടിക്കിൾസിന്റെ ഒരു സിസ്റ്റമായി കൺസിഡർ ചെയ്ത് ഓരോ പാർട്ടിക്കിളിനും ന്യൂട്ടന്റെ ലോ അപ്ലൈ ചെയ്യേണ്ട അവസ്ഥ വരും. അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദി സെന്റർ ഓഫ് മാസ്. ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഇൻ സ്റ്റഡിയിങ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ഫിസിക്സ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സെന്റർ ഓഫ് മാസ്. ഈ മുതൽ CM എന്ന് എഴുതുള്ളൂ. CM എന്ന് എഴുതിയാൽ ചീഫ് മിനിസ്റ്റർ അല്ല, ഇറ്റ് ഈസ് സെന്റർ ഓഫ് മാസ് ഫിസിക്സിൽ. സോ സെന്റർ ഓഫ് മാസ് എന്തിനാണ് സെന്റർ ഓഫ് മാസ്, എന്താണ് സെന്റർ ഓഫ് മാസ്, എന്താണ് അതുകൊണ്ടുള്ള ഗുണം, ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷനും ഇക്വേഷനും ഒക്കെ പെട്ടെന്ന് പഠിക്കാം. ഇറ്റ്സ് ഈസി. why we discuss about center of mass, what is its importance, അതാണ് അതിന്റെ നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നാമത്തെ പ്രശ്നം, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സിസ്റ്റത്തിനെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിക്കുമ്പോൾ, ഇപ്പോൾ റിജിഡ് ബോഡിയിൽ നമ്മൾ ചെറിയ മാസസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരു ഗ്ലാസ്സിൽ ഒരു സോളിഡിനെ നമ്മൾ അതിന്റെ മോളിക്യൂൾസിന്റെ ടേമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അത് പഠിക്കാൻ പോവുകയാണ്, ഓരോ മോളിക്യൂളിനെ ഓരോ പാർട്ടിക്കിൾ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കോടിക്കണക്കിന് പാർട്ടിക്കിൾസ് അതിലുണ്ടാവും. ഏത് പാർട്ടിക്കിളിനും ഓരോ പാർട്ടിക്കിളിനും ന്യൂട്ടന്റെ ഇക്വേഷൻ എഴുതിയിട്ട് സൊല്യൂഷൻ, ആ ഓരോ പാർട്ടിക്കിളിന്റെയും പൊസിഷൻ കോർഡിനേറ്റ്സ്, ഈ ഒബ്ജക്റ്റിന്റെ മോഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത്, എവിടെ എത്തും എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ദാറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ഫിസിക്സ് മെയിൻലി to predict the position of a particle. Now to predict the position of our system or state of our system, if the initial state of our system was given, നമുക്ക് അറിയാം ഇപ്പോ ഇത് ഇവിടെയാണ്, ഇതിൽ ഓരോ പാർട്ടിക്കിൾ ഇന്ന സ്ഥലത്താണെന്ന് അറിയാം, ഇതിൽ ഇന്ന ഫോഴ്സ് ഒക്കെ ഞാൻ കൊടുക്കുന്നു ഇതിലേക്ക്, അങ്ങനെയാണെങ്കിൽ ഈ വലിയ എക്സ്റ്റൻഡഡ് ഈ ഒബ്ജക്ട് അല്പസമയം കഴിയുമ്പോൾ എവിടെയായിരിക്കും, ഇതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ അതിൽ കോടിക്കണക്കിന് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഒന്നാമത്തെ ബേസിക് ഐഡിയ എന്ന് നമ്മൾ പറയാൻ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഓരോ പാർട്ടിക്കിൾസിന്റെയും മാസ് അറിയണം, അതിനൊക്കെ ന്യൂട്ടന്റെ ഇക്വേഷൻ എഴുതണം, അതിൽ മേലെ ഓരോന്നുമേലുള്ള ഫോഴ്സും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ കോടിക്കണക്കിന് പാർട്ടിക്കിൾസിന്റെയും ഫൈനൽ പൊസിഷൻ പ്രെഡിക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ്. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ഓൾമോസ്റ്റ്. നമുക്കൊരു കോടിക്കണക്കിന് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിൽ ഓരോ പാർട്ടിക്കിൾസിന്റെയും ന്യൂട്ടന്റെ ചലന നിയമം എഴുതിയിട്ട് അതൊക്കെ സോൾവ് ചെയ്തിട്ട് ഇന്ന പാർട്ടിക്കിൾ ഇന്ന സ്ഥലത്ത്, ഇന്ന പാർട്ടിക്കിൾ ഇന്ന സ്ഥലത്ത് എന്ന് പറയാൻ കഴിയില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ റിജിഡ് ബോഡിയുടെ കേസിലൊന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ എനി പാർട്ടിക്കിൾ ഓഫ് ദി ബോഡി ബിക്കോസ് ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി. അതിന്റെ ഷേപ്പ് മാറാത്തതുകൊണ്ട് ആ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ മോഷൻ ഫോളോ ചെയ്താൽ മതി. ആ പാർട്ടിക്കിൾ എവിടെയെന്ന് അറിഞ്ഞാൽ നമുക്ക് ആ റിജിഡ് ബോഡി എവിടെയെന്ന് അറിയാം. പക്ഷെ അപ്പോഴും പലപ്പോഴും റിജിഡ് ബോഡിയുടെ ഓറിയന്റേഷൻ അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ പാർട്ടിക്കിൾ എവിടെയാണ്, ഉദാഹരണത്തിന് ഒരു സ്റ്റിക്കിന്റെ മിഡ് പോയിന്റ് ആണ് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ മിഡ് പോയിന്റ് എവിടെയെന്ന് പറയാം. പക്ഷെ സ്റ്റിക്കിന്റെ ഏത് ഭാഗമാണ് മുകളിൽ വന്നത്, ഏത് ഭാഗമാണ് താഴെ വന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ദാറ്റ് ഈസ് ഒരു അത്യാവശ്യം നമുക്ക് ആ സ്റ്റിക്ക് എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഊഹം കിട്ടും, ഒരു ധാരണ കിട്ടും. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ സിംഗിൾ പാർട്ടിക്കിളിനെ, ആ ഒബ്ജക്റ്റിലുള്ള ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഈസി അല്ല. ഓക്കെ, അപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ എർത്ത് മൂൺ സൺ സിസ്റ്റം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കറിയാം എർത്ത്, ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനും ഭൂമിയും നമ്മളെ കണക്കനുസരിച്ച് നമ്മളെ സണ്ണിന് ചുറ്റും ഇങ്ങനെ അതും റെവല്യൂഷൻ ഉണ്ട്, ഒരു കോംപ്ലക്സ് മോഷനാണ്. യഥാർത്ഥത്തിൽ ഈ സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ആൾമോസ്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത് എന്താണ്? എർത്താണോ, മൂണാണോ, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരേ പാരലൽ ആയിട്ടുള്ള ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ മൂവ് ചെയ്യുന്നത് കറക്റ്റ് എലിപ്റ്റിക്കൽ പാത്തിൽ അല്ലെങ്കിൽ ആൾമോസ്റ്റ് സർക്കുലർ ആണ്. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത് എർത്തിന്റെയും മൂണിന്റെയും സെന്റർ ഓഫ് മാസ് ആണ്.
നമുക്ക് പിന്നീട് മനസ്സിലാവും. എർത്തിന്റെയും മൂണിന്റെയും സെന്റർ ഓഫ് മാസ്. ബോത്ത് എർത്ത് ആൻഡ് മൂൺ ഇറ്റ്സെൽഫ് ഹാസ് വെരി കോംപ്ലിക്കേറ്റഡ് ട്രജക്ടറീസ്. അതിന്റെ എർത്തിന്റെയും മൂണിന്റെയും ഇൻഡിവിജ്വൽ പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ട ഒരു അത്ര കറക്റ്റ് എലിപ്സ് ആണ്. എലിപ്സിന്റെ മുകളിൽ പിന്നെയും കുറെ ഹെലിക്കൽ പാത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ ദ സെന്റർ ഓഫ് മാസ് ഓഫ് എർത്ത് ആൻഡ് മൂൺ ദാറ്റ് മൂവ്സ് അറൌണ്ട് ദി സൺ ഇൻ ദി എലിപ്റ്റിക്കൽ ഓർബിറ്റ്. സെന്റർ ഓഫ് മാസ് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ ഇത്തരം ചോദ്യത്തിൽ നിന്നാണ് സെന്റർ ഓഫ് മാസ് എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അടുത്ത നമ്മൾ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിൽ പഠിക്കാൻ ഏതെങ്കിലും ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആയിട്ട് അതിനെ നമുക്ക് ചുരുക്കാൻ പറ്റുമോ? അവിടെയാണ് സെന്റർ ഓഫ് മാസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സെന്റർ ഓഫ് മാസ് എന്താന്ന് ഞാൻ പറയുന്നതിന് മുൻപ് അതിന്റെ സിഗ്നിഫിക്കൻസ് പറയാണ്. അപ്പൊ ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ് അസോസിയേറ്റഡ് വിത്ത് ദി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ അത് റിജിഡ് ബോഡിയാണ് നമ്മൾ പഠിക്കുന്ന കാര്യമായിട്ട്. ആ റിജിഡ് ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ആ സെന്റർ ഓഫ് മാസ് പറയുന്ന പോയിന്റ് അവിടെ ചിലപ്പോൾ റിജിഡ് ബോഡിയുടെ മാസ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാവണം തന്നെയില്ല. ബട്ട് ഇറ്റ് ഈസ് എ പോയിന്റ് അസോസിയേറ്റഡ് വിത്ത് ദി സെന്റർ ഓഫ് മാസ് ആൻഡ് that center of mass, that point may be outside the body or inside the body. ആ റിജിഡ് ബോഡിയുടെ ഉള്ളിലോ പുറത്തൊക്കെ ആവാം, എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ പോയിന്റ് അസോസിയേറ്റഡ് വിത്ത് ദി റിജിഡ് ബോഡി. അപ്പൊ നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റിനെ നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. സോ ബൈ ലേണിംഗ്, ബൈ ഫോളോയിങ് ദി സെന്റർ ഓഫ് മാസ് മോഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ്, ആ സെന്റർ ഓഫ് മാസിന്റെ മോഷൻ ഫോളോ ചെയ്താൽ യു ക്യാൻ ലേൺ അബൌട്ട്, യു ക്യാൻ പ്രെഡിക്റ്റ് ആൾമോസ്റ്റ് അബൌട്ട് ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ മൊത്തം എവിടെയാണ് കുറച്ച് കഴിഞ്ഞാൽ എന്നുള്ളത് നമുക്ക് അതിന്റെ പൊസിഷൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈസിയാണ്. അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ മോഷൻ പഠിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സെന്റർ ഓഫ് മാസിനെ ഫോക്കസ് ചെയ്യും, സെന്റർ ഓഫ് മാസിന്റെ മോഷൻ പഠിക്കും. ദിസ് ഈസ് വൺ മെത്തേഡ്. ഓക്കെ, ഈ കോംപ്ലിക്കേഷൻ ഒഴിവാകാനുള്ള ഒരു വഴിയാണ്. അപ്പൊ എന്താണ് സെന്റർ ഓഫ് മാസ് എന്നത്? പിന്നെ സെന്റർ ഓഫ് മാസിന്റെ മറ്റ് ഇമ്പോർട്ടൻസ് തുടർന്ന് ഞാൻ പറയാം. അപ്പൊ സെന്റർ ഓഫ് മാസ് പറയുന്നത്, ടു എവറി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വി ക്യാൻ അസോസിയേറ്റ് എ പോയിന്റ്. This is the importance of the center of mass, whose motion is completely governed by external forces. Internal forces has no effect on its motion. This point is called the center of mass. ഇത് തന്നെയാണ് സെന്റർ ഓഫ് മാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ്. ഇപ്പൊ ഇതിലുള്ള ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ മോഷൻ തീരുമാനിക്കുന്നത് ആ പാർട്ടിക്കിൾ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ്. ആ ഫോഴ്സിൽ ആരൊക്കെ വരും? പുറത്തു നിന്ന് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഫോഴ്സുകൾ, അതൊരു പക്ഷേ നമുക്ക് അറിയാമായിരിക്കും. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ്സിൽ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിന്റെ മാസും ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് അത് കണ്ടെത്താൻ പറ്റും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് mg എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ ആ മോളിക്യൂൾസ് പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ദാറ്റ് മീൻസ് ഇന്റേണൽ ഫോഴ്സസ് ആർ ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. പല സിസ്റ്റത്തിലും ഇന്റേണൽ ഫോഴ്സസ് എപ്പോഴും അറിഞ്ഞുകൊള്ളണമെന്നില്ല, വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോ ഇവിടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ പോയിന്റിന്റെ മോഷൻ പഠിച്ചാൽ മതി ഈ സിസ്റ്റത്തിനെ പഠിക്കുന്നതിന് പകരം. ആ പോയിന്റിന്റെ മോഷൻ പഠിക്കാനുള്ള സൗകര്യം എന്താന്ന് വെച്ചാൽ, ആ പോയിന്റ് മൂവ് ചെയ്യുന്നത്, ആ പോയിന്റിന്റെ മൂവ്മെന്റിന് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇന്റേണൽ ഫോഴ്സസിന് ഒരു റോളും ഇല്ല. കംപ്ലീറ്റ്ലി ഗവേൺഡ് ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ നിങ്ങൾ ഒരു റിജിഡ് ബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിജിഡ് ബോഡിയിലുള്ള മോളിക്യൂൾസ് പരസ്പരം എക്സേർട്ട് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ ടൈനി പാർട്സ് നമ്മൾ എടുത്താൽ അവ തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഇലാസ്റ്റിക് ഫോഴ്സുകൾ ഉണ്ട്. അവ തമ്മിൽ പരസ്പരം ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഇലാസ്റ്റിക് ഫോഴ്സുകളൊക്കെ ഇന്റേണൽ ഫോഴ്സുകളാണ്. ആ ഫോഴ്സുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോ സാധാരണ ഈ റിജിഡ് ബോഡിയെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കണ്ട് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനും ഇക്വേഷൻസ് എഴുതി പഠിക്കാൻ തുടങ്ങിയാൽ അവിടെ നമ്മൾക്ക് ഇന്റേണൽ ഫോഴ്സസ് ഒക്കെ അറിയേണ്ടി വരും, എന്നാലേ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ദാറ്റ് ഇന്റേണൽ ഇൻഫർമേഷൻ അബൌട്ട് ഇന്റേണൽ ഫോഴ്സസ് ഈസ് ലീസ്റ്റ് ആൻഡ് ഇന്റേണൽ ഫോഴ്സസ് ആർ വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. അപ്പോഴാണ് നമുക്കൊരു പുതിയ കൺസെപ്റ്റ് കിട്ടുന്നത്. ദർ ഈസ് എ പോയിന്റ് കാൾഡ് സെന്റർ ഓഫ് മാസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പോയിന്റ്. അപ്പൊ സെന്റർ ഓഫ് മാസ്, ഈ റിജിഡ് ബോഡി മൂവ് ചെയ്താൽ ആരും മൂവ് ചെയ്യും? ആ സെന്റർ ഓഫ് മാസ് അതിന്റെ ഒപ്പം മൂവ് ചെയ്യും. സെന്റർ ഓഫ് മാസ് പറഞ്ഞ പോയിന്റും ഇറ്റ്സ് എ കൺസെപ്ച്വൽ പോയിന്റ്. ദാറ്റ് പോയിന്റ് വിൽ ആൾസോ മൂവ് വിത്ത് റിജിഡ് ബോഡി. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ സെന്റർ ഓഫ് മാസിന്റെ മോഷനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മൾക്ക് ആരെ ശല്യമില്ല, ഇന്റേണൽ ഫോഴ്സസ് എന്നുള്ള കീറാമുട്ടിയാണ് ഒഴിവാക്കി കിട്ടും.
നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് അറിയോ, സെന്റർ ഓഫ് മാസിനെ ഫോളോ ചെയ്ത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എവിടെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മറ്റ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെയൊക്കെ പിന്നെ സെന്റർ ഓഫ് മാസുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ ഫോളോ ചെയ്യാൻ പോയാൽ യു ഷുഡ് നോ ദി force acting on that individual particle, and that force includes both external and internal force. അവിടെയാണ് പ്രശ്നം. ആ ഇന്റേണൽ ഫോഴ്സ് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മാത്രം മോഷൻ നടത്തുന്ന ആളാണ് ഈ സെന്റർ ഓഫ് മാസ്. ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റിന്റെ മോഷൻ ആരാണ് തീരുമാനിക്കുന്നത്? വാട്ട് ഈസ് ദി എക്സ്റ്റേണൽ ഫോഴ്സ്. സോ ഇഫ് ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് സീറോ, ദി സെന്റർ ഓഫ് മാസ് വിൽ ബി അറ്റ് റെസ്റ്റ് ഓർ വിൽ ബി അറ്റ് യൂണിഫോം മോഷൻ. രണ്ടിലൊന്നായിരിക്കും. നേരത്തെ ആ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്താണ്, സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ അതിലുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ ഒക്കെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 10 പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ഓരോ പാർട്ടിക്കിൾസും മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ സിസ്റ്റത്തിന്റെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ലെങ്കിലും ഡ്യൂ ടു ഇന്റേണൽ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ പാർട്ടിക്കിൾസ് മേ മൂവ് ആൻഡ് കൊളൈഡ് ഈച്ച് അതർ ഒക്കെ സംഭവിക്കുന്നുണ്ടാവും ആ സിസ്റ്റത്തിനുള്ളിൽ. പക്ഷേ സെന്റർ ഓഫ് മാസ് ആ സിസ്റ്റം മൊത്തത്തിൽ നേരത്തെ റെസ്റ്റിലാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലോ ആ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് മാത്രം മൂവ് ചെയ്യുവാറ് സെന്റർ ഓഫ് മാസ്. അപ്പൊ ഇഫ് എം ഈസ് ദി മാസ്, ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം, ആൻഡ് A is the acceleration of the center of mass, and if F is the net external force on the system, then you can write F is equal to M into A, where A is this acceleration of the center of mass, M total mass of the system, F total external force on the system. അപ്പൊ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം മതി, അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് സെന്റർ ഓഫ് മാസ്. അപ്പൊ സിഗ്നിഫിക്കൻസ് ഓഫ് സെന്റർ ഓഫ് മാസ് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതണം. ദ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് കംപ്ലീറ്റ്ലി ഗവേൺഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഇന്റേണൽ ഫോഴ്സസ് ഹാസ് നോ എഫക്ട് ഓൺ ഇറ്റ്സ് മോഷൻ. അതാണ് സെന്റർ ഓഫ് മാസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്. അതുകൊണ്ടാണ് സെന്റർ ഓഫ് മാസ് നമുക്ക് ഏറ്റവും ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ മോഷൻ അതുമായിട്ടുള്ള പഠനം എളുപ്പത്തിലാക്കി തരുന്നതിന്റെ കാരണം ഇതാണ്. ഓക്കെ, ഇനി the center of mass of a system is the point where all the masses of the system may be assumed to be concentrated and where the resultant of all the external forces act. അപ്പൊ സെന്റർ ഓഫ് മാസ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതിന് നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നതാണിത്. എന്ത്? സെന്റർ ഓഫ് മാസ് നമുക്ക് ഇങ്ങനെ കാണാം. ഒരു സിസ്റ്റത്തിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനൊക്കെ മാസുകൾ ഉണ്ട്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ മൊത്തം മാസും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ സിസ്റ്റത്തിലുള്ള മൊത്തം എക്സ്റ്റേണൽ ഫോഴ്സും ആ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ആ പോയിന്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ മൂവ് ചെയ്യുന്ന ആളാണ് സെന്റർ ഓഫ് മാസ്. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് എ പോയിന്റ് അസോസിയേറ്റഡ് വിത്ത് ദി സിസ്റ്റം ആൻഡ് ഇറ്റ്സ് പെക്യൂലിയാരിറ്റി ഈസ് ദാറ്റ് the motion of that center of mass is governed exclusively by the external forces. Internal forces in the system has no role in the motion of the center of mass, has no effect on the center of mass. That is the peculiarity of center of mass. പിന്നെ അതിന്റെ ഒരു സാധാരണ പറയുന്ന ഡെഫിനിഷൻ ആണ് ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. ഒരു റിജിഡ് ബോഡിയെ നമുക്ക് ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ എവിടെയാ കൊടുക്കുക? ആ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ. ഓക്കെ, സെന്റർ ഓഫ് മാസിൽ. അപ്പൊ എം ആണ് റിജിഡ് ബോഡിയുടെ മാസ് എങ്കിൽ അതിന് നമ്മളൊരു പോയിന്റ് ആയിട്ട് കാണിക്കുമ്പോൾ എ പോയിന്റ് മാസ് ഓഫ് എം കിലോഗ്രാം അറ്റ് ദി സെന്റർ ഓഫ് മാസ്, അങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സെന്റർ ഓഫ് മാസിനെ കുറിച്ചിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് സെന്റർ ഓഫ് മാസ്, ഇതുവരെ സെന്റർ ഓഫ് മാസിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും ഒക്കെ പറഞ്ഞു. ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത്. സോ യു ഫസ്റ്റ് യു ലേൺ ഹൗ ടു what are the coordinates of center of mass. Center of mass ആണ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. പോയിന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ആണ് നമുക്കറിയാം. ഓക്കെ, നമ്മൾ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് കാണുമ്പോൾ സിസ്റ്റം ഓഫ് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം സങ്കല്പിക്കണം, എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റം. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിലുള്ള ഓരോ മാസിനും ഒരു കോർഡിനേറ്റ് പൊസിഷൻ വെക്ടർ ഉണ്ടാവും. R1, രണ്ടാമത്തെ മാസിന്റെ M2 എന്ന് പറയുന്ന രണ്ടാമത്തെ മാസിന്റെ R2, R3, R4, അങ്ങനെ പൊസിഷൻ വെക്ടേഴ്സ് പറയണം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഒരുപാട് മാസ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. ഓരോ പാർട്ടിക്കിളിനും ഈ നമ്മൾ സങ്കല്പിച്ച കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പൊസിഷൻ വെക്ടർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണല്ലോ ഏതൊരു പാർട്ടിക്കിളിനെയും സിംഗിൾ പാർട്ടിക്കിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പൊസിഷൻ വെക്ടർ ഉപയോഗിച്ചിട്ട്, അതിന്റെ പൊസിഷൻ. അപ്പൊ R1, R2, R3 എക്സെട്ര ബി ദി പൊസിഷൻ വെക്ടേഴ്സ്, M1, M2, M3 എക്സെട്ര ബി ദി masses of the individual particles of the system. അപ്പൊ ഈ സ്ക്രീൻ മൊത്തം ആണ് പറയാം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്.
അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനിഷൻ ഡിഫൈനിങ് ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്, കോർഡിനേറ്റ് കണ്ടെത്തണം. അപ്പൊ പൊസിഷൻ വെക്ടർ ഓഫ് ദി സെന്റർ ഓഫ് മാസ് കിട്ടണമെങ്കിൽ m1 into r1 plus m2 into r2 plus etc plus mn into rn divided by m1 plus m2 plus mn plus etc plus mn. അതായത് ഈ ഇത് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ മാസ് കൊണ്ട് ഹരിക്കുക. m is the total mass of the system. ഇതാണ് ബൈ ഡെഫിനിഷൻ ദി പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ്. നമ്മളൊരു XYZ കോർഡിനേറ്റ് സിസ്റ്റം സങ്കല്പിക്കുന്നു എന്ന് വിചാരിക്കുക. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ m1 എന്ന മാസിന്റെ, m1 ആരാണ്, നമ്മൾ ആരുടെ സെന്റർ ഓഫ് മാസ് ആണോ കണ്ടെത്തുന്നത് ആ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള ഒരു ഇൻഡിവിജ്വൽ മാസ് ആണ്, ചെറിയ പാർട്ടിക്കിളുടെ മാസ് ആണ് m1. ആ സിസ്റ്റത്തിൽ നമ്മൾ സിസ്റ്റം കണ്ടെയ്നിങ് n സ്മാൾ മാസസ് m1 m2 m3 എക്സെട്ര mn, ക്യാപിറ്റൽ N നമ്പർ ഓഫ് മാസ് ഉള്ള പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ n എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ലാർജ് ആകാം ചില സിസ്റ്റത്തിന്. എർത്ത് മൂൺ സിസ്റ്റം ആണെങ്കിൽ n 2 ആണ്, ക്യാപിറ്റൽ N 2 ആണ്. അങ്ങനെ നമ്മൾ എർത്ത് മൂൺ സൺ സിസ്റ്റം കൺസിഡർ ചെയ്താൽ ക്യാപിറ്റൽ N 3 ആണ്, 3 പാർട്ടിക്കിൾ ആണ്. ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം സങ്കല്പിച്ചാൽ n ലാർജ് ആണ്, ഇൻഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പൊ അങ്ങനെ എന്തായാലും സെന്റർ ഓഫ് മാസ് കണ്ടെത്തണമെങ്കിൽ വാട്ട് യു ഡു ഈസ് ഈ ഇക്വേഷൻ ചെയ്യാം. ഇത് m1 r1, vector r1 is the position vector of the first particle of mass m1, vector r2 is the position vector of the second particle of mass m2 etc. അങ്ങനെ പോയിട്ട് സം ചെയ്ത് ആഡ് ചെയ്ത് ചെയ്യുക. അടിയിൽ ടോട്ടൽ മാസ് കൊണ്ട് ഹരിക്കുക. m1 plus m2 plus m3 etc mn എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ആണ്. സോ ദിസ് ഡിഫൈൻസ് ദിസ് കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ ഓഫ് മാസ്. ഇപ്പൊ സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഇതാണ്, ഡിഫൈനിങ് ഇക്വേഷൻ ഇതാണ്. This point, the point represented by the position vector given by RCM vector ആണ്, excuse me, RCM. So vector RCM, that is the position vector of the center of mass. Equation എഴുതണം, coordinates of center of mass എന്ന് എഴുതിയിട്ട് ഇതേപോലെ എഴുതണം. m is the total mass of the system, vector r1 r2 etc rn are the position vectors of individual particles of the system, m1 m2 m3 etc mn are the mass of the individual particles. ഇനി ഇതിനെ കമ്പോണൻസ് ആയിട്ട് എഴുതാം. RCM എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്, നമ്മുടെ XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള പൊസിഷൻ വെക്ടർ ആണ്. പൊസിഷൻ നമുക്കറിയാം, പൊസിഷൻ വെക്ടർ ആറിനെ നമ്മൾ xi പ്ലസ് yj പ്ലസ് zk എന്നാണ് എഴുതുക. അതേപോലെ RCM എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിനെ XCMI പ്ലസ് YCMJ പ്ലസ് ZCMK എന്ന് എഴുതാം. അപ്പൊ XCM എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറിന്റെ x കമ്പോണന്റ് ആണ്, YCM എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറിന്റെ y കമ്പോണന്റ് ആണ്, ZCM എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറിന്റെ z കമ്പോണന്റ് ആണ്. അപ്പൊ ആ 3 കമ്പോണന്റ് കാണാനുള്ള സെപ്പറേറ്റ് ഇക്വേഷൻ ആണ് m1 x1 പ്ലസ് m2 x2. ഇതേ ഫോം തന്നെ, r1 പകരം x1 വരും ഇവിടെ, ഇതിൽ r2 r പകരം y വരും, ഇതിൽ r പകരം z വരും, വേറെ മാറ്റമൊന്നുമില്ല. ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിലുള്ള ഇക്വേഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. m1 r1 പ്ലസ് m2 r2 ബൈ m1 പ്ലസ് m2. x ആണെങ്കിൽ m1 x1 പ്ലസ് m2 x2. ഇത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. ടു പാർട്ടിക്കിൾ സിസ്റ്റം, ത്രീ പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ. ത്രീ പാർട്ടിക്കിൾ ആണെങ്കിൽ m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 എന്ന് വരും. ഇവിടെ m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇത് ശരിക്കും നോക്കിയിട്ട് ഇപ്പൊ തന്നെ നോട്ടിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. ഓൾ ദീസ് ഇക്വേഷൻസ്, these are the equations to determine the center of mass of any system of particle. ഏതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എടുത്താലും അതിന്റെ സെന്റർ ഓഫ് മാസ് ഇങ്ങനെ കണ്ടെത്തും. ഇങ്ങനെ കണ്ടെത്തുന്ന സെന്റർ ഓഫ് മാസിന്റെ പ്രത്യേകതകളാണ് നേരത്തെ പറഞ്ഞത്. ആ സെന്റർ ഓഫ് മാസിന്റെ മോഷനെ ഇന്റേണൽ ഫോഴ്സസ് ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ല, കംപ്ലീറ്റ്ലി ഗവേൺഡ് ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ നമുക്ക് ആ പോയിന്റിൽ എൻറ്റയർ മാസ് ഓഫ് ദി സിസ്റ്റം ക്യാൻ ബി അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് ദയർ. നമുക്കൊരു സിംഗിൾ പാർട്ടിക്കിൾ ആയിട്ട് ആ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ ദ ലൊക്കേഷൻ ഓഫ് ദാറ്റ് പോയിന്റ് പാർട്ടിക്കിൾ, ദാറ്റ് എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട് ക്യാൻ ബി ട്രീറ്റഡ് ആസ് അറ്റ് ദി സെന്റർ ഓഫ് മാസ്. ഇപ്പൊ ഒരു എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റിന്റെ പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനൊരു സിംഗിൾ പോയിന്റ് പാർട്ടിക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ റീപ്ലേസ് ദി എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട് by a point particle, a small particle of mass capital M, that is total mass of the extended object, and ലൊക്കേഷൻ. എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട് എന്ന് പറയുന്നത് നിങ്ങൾ വീതിങ് കനക്കുള്ള സാധനമാണ്. അതിൽ എവിടെ ഈ പോയിന്റ് മാർക്ക് ചെയ്യും, എവിടെയാണ് ഈ പോയിന്റ് വരിക, ആ പോയിന്റ് വരുന്നത് അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്, അവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റിനെ മൊത്തം പഠിക്കുന്നതിന് പകരം ടോട്ടൽ മാസ് എം ഉള്ള സെന്റർ ഓഫ് മാസിൽ പ്ലേസ് ചെയ്ത ഒരു ടോട്ടൽ മാസ് എം ഉള്ള ഒരു പാർട്ടിക്കിളുടെ മോഷൻ പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ദി സിഗ്നിഫിക്കൻസ്, അനദർ സിഗ്നിഫിക്കൻസ്. ഇത് എഴുതാം. സെന്റർ ഓഫ് മാസ് കാണാനുള്ള ചെറിയ ചെറിയ ചില പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്.
ഒന്ന് ഞാൻ ചെയ്യും, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. 3 ഒന്ന് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്. പിന്നെ എങ്ങനെയാണ് ഒരു പ്ലെയിൻ ബോഡിയുടെ ഒരു പലക, ഒരു വുഡൻ ഷീറ്റൊക്കെ കിട്ടി, അങ്ങനെ ഒരു ഇറഗുലർ ഷേപ്പാണ്, അതിന്റെയൊക്കെ സെന്റർ ഓഫ് മാസ് എങ്ങനെയാണ്, പ്രാക്ടിക്കൽ മെത്തേഡ് എങ്ങനെയാണ് കാണാന്നുള്ള മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിൽ പറയുന്നില്ല, സ്ലൈഡിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ അതിനെ സസ്പെൻഡ് ചെയ്യുക, വ്യത്യസ്ത പോയിന്റുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക. ആദ്യം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, തൂക്കിയിടുക. അപ്പൊ ആ തൂക്കിയിടുമ്പോൾ ആ വെർട്ടിക്കൽ ലൈൻ, ആ തൂക്കിയിട്ട സ്ട്രിങ്ങിന്റെ ലൈൻ നേരെ ആ ബോഡിയിലൂടെ വരയ്ക്കുക, താഴേക്കിട്ട് വരയ്ക്കുക. പറഞ്ഞാൽ നേരെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ആ പോയിന്റ് ഓഫ് സസ്പെൻഷനിലൂടെ കടന്നു പോകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ അല്ലെങ്കിൽ വെയിറ്റിന്റെ അതേ ഡയറക്ഷനിൽ വരുന്ന വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അത് ആ ബോഡിയിൽ വരച്ചിടുക. അതിന്റെ വേറൊരു പോയിന്റ് ഒന്നും കൂടി സസ്പെൻഡ് ചെയ്യുക. അപ്പോഴും അതേപോലെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. നേരത്തെ വരച്ച വെർട്ടിക്കൽ ലൈനും രണ്ടാമത് വരച്ച വെർട്ടിക്കലും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, റിജിഡ് ബോഡിയിലോ പുറത്തോ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ പോയിന്റ് ആണ് ആ ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് അല്ലാതെ ശരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് അവിടെ കിട്ടുക. എന്നാലും നമ്മൾ പിന്നീട് പഠിക്കും, സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും നോർമൽ കേസിലൊക്കെ തുല്യമാണ്. സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഇനി നമ്മൾ പിന്നീട് പഠിക്കും. നമ്മുടെ പ്രാക്ടിക്കൽ കേസുകളിലൊക്കെ, സാധാരണ ഡേ ടു ഡേ ലൈഫിലുള്ള കേസുകളിലൊക്കെ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒന്ന് തന്നെയായിട്ട് സങ്കല്പിക്കാവുന്നതാണ്. as long as the acceleration due to gravity remains constant. Acceleration due to gravity constant അല്ലാതെ വരുമ്പോൾ മാത്രമേ അതിന്റെ പ്രശ്നമുള്ളൂ. ഇവിടെ ഒരു വലിയ ബോഡി എടുക്കുന്നു, അതിന്റെ ആ ഒബ്ജക്റ്റിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് പോയിന്റ് തമ്മിൽ മാറുള്ളൂ, സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസ്. If the acceleration due to gravity remains constant throughout the body, then the center of mass and center of gravity will be same. മൗണ്ട് ഹിമാലയ, മൗണ്ട് എവറസ്റ്റിന്റെ ഒക്കെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് മാസ് തമ്മിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അല്ല നമ്മളെ സാധാരണ അതിന്റെ അപ്പർ പാർട്ടിലുള്ള ജിയുടെ വാല്യൂ ലോവർ പാർട്ടിലെ ജിയുടെ വാല്യൂ ഒന്നും സെയിം ആവില്ല, ചെറിയ മാറ്റം ഉണ്ടാകും. അല്ലാതെ ചെറിയ സാധാരണ സ്കെയിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ എടുത്താൽ അവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് മാസും ഒന്ന് തന്നെയായിട്ടാണ് വരിക. ഓക്കെ, ഇതിപ്പോ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. സോ ലെറ്റ് മീ ഗോ ഓൺ. ഇനി ചില സാധാരണ റെഗുലർ ബോഡീസിന്റെ സെന്റർ ഓഫ് മാസ് ഒക്കെ എവിടെയാണ്? ഒരു യൂണിഫോം റോഡ് ആണെന്നുണ്ടെങ്കിൽ യൂണിഫോം റോഡ് അതിന്റെ നടുവിലാണ്. ആ റോഡ് പടി ഒരു റെഗുലർ ഷേപ്പുള്ള ഒരു മീറ്റർ സ്കെയിൽ സങ്കല്പിച്ചോളൂ. ആ മീറ്റർ സ്കെയിലിന്റെ ഒക്കെ സെന്ററിലാണ് നോർമലി വരെ യൂണിഫോം ആണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാസ് കനം കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യും. റിംഗ്, ഒരു തിൻ റിംഗ്, റിംഗ് പറഞ്ഞാൽ വള പോലത്തെ ഒരു സാധനം, ഒരു തിൻ റിംഗ്, വള കട്ടി ഉണ്ടാവും, കട്ടിയില്ലാതെ തിൻ റിംഗ്, അല്ലെങ്കിൽ യൂണിഫോം ഡിസ്ക്, അതിന്റെയൊക്കെ സെന്ററിലാണ് വരിക. സിലിണ്ടർ, സെന്റർ ഓഫ് ഇറ്റ്സ് ആക്സിസ് ഓഫ് സിമെട്രി. ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ സെന്ററിലൂടെ സിലിണ്ടറിന്റെ ലെങ്ത്തിന് അലോങ് ആയിട്ട് കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖ, അതാണ് അതിന്റെ ആക്സിസ് ഓഫ് സിമെട്രി. അതിന്റെ മിഡിലാണ് സിലിണ്ടറിന്റെ സെന്റർ ഓഫ് മാസ് വരിക. ട്രയാങ്കിൾ, ഇന്റർസെക്ഷൻ ഓഫ് ദി മീഡിയൻസിന്റെ മീഡിയൻസ് പറഞ്ഞാല് ഒരു ട്രയാങ്കിളിന്റെ ഒരു കോർണറിൽ നിന്ന് എതിർ സൈഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് മീഡിയൻ. എതിർ സൈഡിന്റെ എതിർ സൈഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് മീഡിയൻ. അങ്ങനെയുള്ള മീഡിയൻസ് വരച്ചാൽ ആ മൂന്ന് മീഡിയൻസിന്റെയും സെന്റർ, അതാണ് സെന്റർ ഓഫ് മാസ് വരും. മൂന്ന് മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് അറിയാം സെന്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞല്ലോ. ഇനി എക്സാമ്പിൾ 7.1 7.2 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്യും. ഫൈൻഡ് ദി, ഈ ക്വസ്റ്റ്യൻ എഴുതാം. ഇത് എക്സാമ്പിൾ 7.3 ആണ്. 7.1 7.2 വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. 7.3 ആണ്. ഫൈൻഡ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് എ യൂണിഫോം എൽ ഷേപ്ഡ് ലാമിന. ലാമിന പറഞ്ഞ ഒരു പ്ലെയിൻ ബോഡിക്കാണ്, ഒരു ഷീറ്റ് പോലുള്ള ബോഡീസിനാണ് ലാമിന. തിക്നെസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ആളായിരിക്കും, ഏരിയ ധാരാളം ഉണ്ടാവും, തിക്നെസ് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആളുകളെയാണ് ലാമിന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലെയിൻ ഷീറ്റ് പോലത്തെ ഷേപ്പിനെയാണ് ലാമിന. So find the center of mass of a uniform L-shaped lamina of mass 3 kg with dimensions as shown below. ഇപ്പോൾ ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് എൽ ഷേപ്ഡ് ഷീറ്റ്. ഇതിന്റെ അളവുകൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ഒക്കെ മീറ്ററിലാണെന്ന് പറഞ്ഞിട്ട് 0 0 ഇവിടെ എത്തുമ്പോൾ 2 മീറ്റർ ഉണ്ട്,
ഇവിടേക്ക് 1 മീറ്റർ ആണ് ഉണ്ടാവുക. അങ്ങനെ ഇവിടെ 2 1 കൊടുത്ത് ഇവിടെ ഇത് 1 മീറ്റർ ആണ്, ഇത് പിന്നെ 1 മീറ്റർ. അപ്പൊ അങ്ങോട്ട് മൊത്തം 2 മീറ്റർ, ഇങ്ങോട്ടും 2 മീറ്റർ. ഈ ഒരു സെക്ഷന്റെ വീതി 1 മീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ട് 1 മീറ്റർ. ഇതാണ് ലാമിന. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 7.3. ഓക്കെ, ഇത് പെട്ടെന്ന് ചെയ്യാം. ചിത്രം വരക്കാൻ പറ്റുന്ന ഒരു വരയ്ക്കപ്പോ, അല്ലെങ്കിൽ ആ സ്പേസ് അവിടെ ഇട്ടിട്ട് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ നോക്കിയിട്ട് ഈ ചിത്രത്തിലേക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങളെ നോട്ട് ബുക്കിലെ കൂടെ തന്നെ ഈ പ്രോബ്ലം ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതുക. ഈ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 7.3 എഴുതി വെക്കണ്ട. ഫൈൻഡ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് എ യൂണിഫോം എൽ ഷേപ്ഡ് ലാമിന ഓഫ് മാസ് 3 കിലോഗ്രാം വിത്ത് ഡയമെൻഷൻസ് ആസ് ഷോൺ ബിലോ. ബ്രാക്കറ്റിൽ മീറ്ററിൽ നിർത്തുക. ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ നമ്മള് ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസ് കാണുമ്പോൾ ആ ബോഡിയെ നമ്മൾ കുറെ ഭാഗങ്ങളാക്കുകയാണ്. എന്നിട്ട് ഓരോ ഭാഗത്തിന്റെയും സെന്റർ ഓഫ് മാസ് കാണും. അപ്പൊ ആ ഓരോ പാർട്ടിനെയും പിന്നെ റീപ്ലേസ് ചെയ്തിട്ട് ആ ഓരോ പാർട്ടിന്റെയും മാസ് എത്രയാണോ അത്രയും മാസുള്ള പോയിന്റ് പാർട്ടിക്കിൾ ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചതായിട്ട് സങ്കല്പിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളുടെ, ഒരു ബോഡിയുടെ സെന്റർ, ഒരു ലാർജ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് കാണാൻ സപ്പോസ് നമ്മൾ അതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോ ഒരു പാർട്ടിന്റെ സെന്റർ ഓഫ് മാസ് നമ്മൾ കണ്ടു, രണ്ടാമത്തെ പാർട്ടിന്റെ സെന്റർ ഓഫ് മാസ് നമ്മൾ കണ്ടു. ഇനി ആ രണ്ട് സെന്റർ ഓഫ് മാസുകൾ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ടോട്ടൽ ആ ഒരു പാർട്ടിന്റെ മാസ് എത്രയാണോ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സെന്റർ ഓഫ് മാസിൽ അതിന്റെ ടോട്ടൽ മാസത്തിനോ അത്ര വെച്ചിട്ടുണ്ട്. രണ്ട് പോയിന്റ് പാർട്ടിക്കിളായി. ആ രണ്ട് പോയിന്റ് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടാൽ ദാറ്റ് വിൽ ബി ദി ടോട്ടൽ സെന്റർ ഓഫ് മാസ് ഓഫ് ദി എൻറ്റയർ ബോഡി. എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഓഫ് ദി ടോട്ടൽ ബോഡി ഈസ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി സെന്റർ ഓഫ് മാസസ് ഓഫ് ദി ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് ദി ബോഡി. അപ്പൊ ഇവിടെ നമ്മൾക്ക് എപ്പോഴും സെന്റർ ഓഫ് മാസ് കാണുമ്പോൾ ഇങ്ങനെയുള്ള കൺവീനിയൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ബോഡിയെ നമുക്ക് കുറെ ഭാഗങ്ങളാക്കിയിട്ട് കൺവീനിയന്റ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിക്കാം. നമുക്ക് സ്ക്വയർ ഷീറ്റിന്റെ സെന്റർ ഓഫ് മാസ് ഈസി ആയിട്ട് കാണാൻ കഴിയും. അതിന്റെ നടുവിലാണ്, അല്ലെ? അപ്പം ഉറപ്പായിരിക്കുമല്ലോ, കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നോക്കിയാൽ അതിന്റെ സെന്ററിലായിരിക്കും. സെന്റർ ഓഫ് മാസ് ഓഫ് എ സ്ക്വയർ ഷീറ്റ് ഈസ് അറ്റ് ദി സെന്റർ. റെക്ടാങ്കുലർ ഷീറ്റ് ആണെങ്കിലും അതിന്റെ സെന്ററിലാണ്. അപ്പൊ ഈ ഷേപ്പിനെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് 3 സ്ക്വയർ ഷീറ്റുകളാക്കി മാറ്റാം. ഇതാണ് ഒരു സ്ക്വയർ ഷീറ്റ്, മറ്റൊന്ന് ഒരേപോലത്തെ 3 സ്ക്വയർ ഷീറ്റ് ആക്കി മാറ്റും. ഇങ്ങനെ മാറ്റിയിട്ട് ഈ ഓരോന്നിന്റെയും സെന്റർ ഓഫ് മാസ് നമ്മൾ ആദ്യം കാണും. ഓരോ സ്ക്വയർ ഷീറ്റിന്റെയും സെന്റർ ഓഫ് മാസ് നമ്മൾ ആദ്യം കാണും. അതിനെ C1, C2, C3 എന്ന് പേര് കൊടുക്കും. നമ്മൾ ചെയ്യാൻ പോണ മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യം ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാന്ന് കണ്ടെത്തുക, അതിന്റെ കോർഡിനേറ്റ്സ് എഴുതുക. അതേപോലെ അതിന്റെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. C1, ഇവിടെ C2, ഇതിന് രണ്ടാമത്തെ സ്ക്വയർ ആയിട്ട് സങ്കല്പിക്കാം. ഈ C2 എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ സെന്ററിലായിരിക്കും, അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തി ഇവിടെ. C3 എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ആണ്, ഇതിന്റെ സെന്ററിലായിരിക്കും ഈ സ്ക്വയറിന്റെ, അതിന്റെ കോർഡിനേറ്റ്സ് ഇവിടെ ഇല്ല. അപ്പോ 3 ഐഡന്റിക്കൽ സ്ക്വയേഴ്സ് ആയതുകൊണ്ട് ടോട്ടൽ മാസ് 3 കിലോഗ്രാം ആണ്. അപ്പൊ ഈ സ്ക്വയർ ഷീറ്റിന്റെ മാസ് എത്രയായിരിക്കും? 1 കിലോഗ്രാം. ഇതിൻ്റെതും 1 കിലോഗ്രാം, ഇതിൻ്റെതും 1 കിലോഗ്രാം. ഇനി നമ്മൾ ഈ പ്രോബ്ലം എൽ ഷേപ്ഡ് ലാമിന എന്നുള്ളത് മാറ്റിയിട്ട് 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു പോയിന്റ് പാർട്ടിക്കിൾ ഇതിന്റെ സെന്ററിൽ വെച്ചിട്ടുണ്ട്. ഈ ഇവിടെ ഉണ്ട്, C1-ലുണ്ട്. C2-ലും 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു പോയിന്റ് പാർട്ടിക്കിൾ ഉണ്ട്. C3-ൽ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു പോയിന്റ് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ 3 പോയിന്റ് പാർട്ടിക്കിൾസ് കിട്ടി, അതിന്റെ കോർഡിനേറ്റ്സും കിട്ടി, അതിന്റെ മാസും കിട്ടി. 1 കിലോഗ്രാം ഉള്ള 3 പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റമായി ഇത് മാറി. ആ ഓരോ പാർട്ടിക്കിളിന്റെയും മാസ് 1 കിലോഗ്രാം ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അത് വെച്ചിട്ട് സെന്റർ ഓഫ് മാസിന് ആ 3 പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടെത്തുക. അതായിരിക്കും ഈ ലാമിനയുടെ സെന്റർ ഓഫ് മാസ്. ഒന്നും കൂടി പറയാം. ഈ ഷേപ്പിനെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇതിനെ 3 സ്ക്വയർ ആക്കിയിട്ട് മാറ്റാം. എന്തുകൊണ്ട് സ്ക്വയർ ആക്കിയിട്ട് മാറ്റുന്നു എന്ന് ചോദിച്ചാൽ പല രീതിയിലും ചെയ്യാം. ഒരാൾക്ക് വേണമെങ്കിൽ ഇതിനെ 2 കിലോഗ്രാം മാസ് ഉള്ള ഒരു റെക്ടാങ്കിളും 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു സ്ക്വയറും ആക്കി മാറ്റാം. എന്നിട്ട് ഈ റെക്ടാങ്കിളിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടെത്താം, അതിന്റെ മിഡിലാണ്. എന്നിട്ട് അതും ഈ സ്ക്വയറിന്റെ സെന്റർ ഓഫ് മാസും കണ്ടെത്തിയിട്ട് അത് രണ്ടിന്റെയും കൂടി സെന്റർ ഓഫ് മാസ് കണ്ടെത്താം. അങ്ങനെ പല രീതിയും ചെയ്യാം. ഞാനിപ്പോ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളിലുള്ള അതേ മെത്തേഡാണ്. അപ്പൊ 3 സ്ക്വയർ ഷീറ്റുകളായിട്ട് സങ്കല്പിക്കുക. ഓരോ സ്ക്വയർ ഷീറ്റിന്റെയും എഡ്ജിന്റെ സൈഡ് 1 മീറ്റർ ആണ്. ആ ഓരോ സ്ക്വയർ ഷീറ്റിന്റെയും മാസ് അപ്പൊ 1 കിലോഗ്രാം ആയിരിക്കും. കാരണം ഐഡന്റിക്കൽ സ്ക്വയർ ഷീറ്റ്സ് ആണ്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് മാസ് ഉള്ളത് നമ്മൾ സങ്കല്പിക്കണം. അല്ലാത്തൊരു കേസൊന്നും തന്നിട്ടില്ല. അപ്പൊ 3 കിലോഗ്രാമിന് ഈ 3 സ്ക്വയർ ഷീറ്റിൽ ഓരോന്നിനും 1 കിലോഗ്രാം മാസ് ഉണ്ടാവും. So the lamina can be divided into 3 square sheets, each of mass 1 kilogram. Identical square sheets. ഇനി ഓരോ സ്ക്വയർ ഷീറ്റിന്റെയും സെന്റർ ഓഫ് മാസ് അതിന്റെ സെന്ററിലാണ് നമുക്കറിയാം. സോ ഇവിടുത്തെ സെന്ററിലാണ്, ഇത് ഇതിന്റെ സെന്ററിലാണ്, ഇത് ഇതിന്റെ സെന്ററിലാണ്.
അപ്പൊ നൗ വി ഹാവ് 3 masses, C1, C2, C3 എന്ന് പറയുന്ന 3 പോയിന്റ് ഉണ്ട്. ആ 3 പോയിന്റിലും 1 കിലോഗ്രാം മാസ് ഉള്ള പാർട്ടിക്കിൾസ് ഉള്ള പോലെയായി പ്രോബ്ലം. So our problem reduced to a system of 3 particles of mass each 1 kilogram at C1, C2, C3. ഓക്കെ, അതാണ് എൻ്റെ മെത്തേഡ്, ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്. നിങ്ങൾ അത് ചെയ്ത് നോക്കുക, ഞാനും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡിവൈഡ് ദ ബോഡി ഇൻടു 3 ഐഡന്റിക്കൽ സ്ക്വയർ ഷീറ്റ്സ് ഈച്ച് ഓഫ് മാസ് 1 കിലോഗ്രാം. അപ്പോൾ C1, C2, C3 ആർ ദി സെന്റർ ഓഫ് മാസ് ഓഫ് 3 സ്ക്വയർ ലാമിനെ. ഈ 3 സ്ക്വയർ ലാമിനുകളുടെ സെന്റർ ഓഫ് മാസസ് ആണ് C1, C2 എന്ന് വിചാരിക്കും. അപ്പോൾ ഒന്നാമത്തേത് C1 ആണ്, രണ്ടാമത്തേത് C2 ആണ്, മൂന്നാമത്തേത് C3. അപ്പോൾ മൂന്നിന്റെ സെന്റർ ഓഫ് മാസ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ കോർഡിനേറ്റ്സ് കാണാം. എങ്ങനെ കോർഡിനേറ്റ്സ് കാണാം? ഈ സ്ക്വയറിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ്, എക്സ് ആക്സിസ് ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 1 ആയിരിക്കും. അപ്പൊ ഇതിന്റെ C1ന്റെ എക്സ് കോർഡിനേറ്റ് എന്തായാലും ഇത് മുതൽ ഇതുവരെ 1 ആണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും 1/2 ആയിരിക്കും. സോ C1ന്റെ എക്സ് കോർഡിനേറ്റ് 1/2 എന്ന് കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് നോക്കാം. C1 എന്ന് പറയുന്നത് ഇവിടെ വരെ 1 മീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 1 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ വരെ 1ഉം പിന്നെ ഇവിടുന്ന് ഒരു 1/2 മീറ്റർ ഉണ്ടാവും. സോ 1.5 മീറ്റർ ആണ്. 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 1 + 1/2 പറയുമ്പോൾ 3/2 ഇതുവരെ. ഈ C1ന്റെ വൈ കോർഡിനേറ്റ് ഇതുവരെയുള്ളത് 3/2 ആണ്. സോ 1/2 3/2 അതാണ് C1ന്റെ കോർഡിനേറ്റ്സ്. C2 നോക്കാം. C2ന്റെ നോക്കൂ, എക്സ് കോർഡിനേറ്റ് നേരത്തെ പോലെ തന്നെ ഹാഫ് ആണ്, 1/2 ആണ്. വൈ കോർഡിനേറ്റും 1/2 ആണ്, കാരണം ഇവിടെ നിന്ന് ഇതുവരെ 1/2. ഇത് 1 മീറ്ററും ഇത് 1 മീറ്റർ, ടോട്ടൽ 2. ഇവിടെ 2 എന്നാണല്ലോ, F2 ആണ്. വൈ ആണ് നോക്കേണ്ടത്. ഇവിടെ 0 ആണ്, സോ ഇവിടെ 1 ആയിരിക്കും. സോ ഇതിന്റെ മിഡ് പോയിന്റ് 1/2 ആയിരിക്കും. അപ്പൊ C2ന്റെ വൈ കോർഡിനേറ്റും 1/2, C2ന്റെ എക്സ് കോർഡിനേറ്റും 1/2. നോക്കിയാൽ മനസ്സിലാവല്ലോ. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2 എന്നാണ് എക്സ് വരിക. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2 എന്നാണ് വൈ വരിക. സോ C2ന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 1/2 ആണ്. C3 നോക്കാം. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ 1 പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു 1/2 ഉണ്ടാവും. സോ 1 + 1/2 ഈസ് 3/2. സോ C3യുടെ എക്സ് കോർഡിനേറ്റ് 3/2 ആണ്. C3യുടെ വൈ കോർഡിനേറ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് മൊത്തം 1 മീറ്റർ ആണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിൽ പകുതി ഹാഫ് ആണ്. സോ വൈ കോർഡിനേറ്റ് ഹാഫ്. അപ്പൊ 3 പോയിന്റ് നമുക്ക് കിട്ടി. C1, C2, C3 അവയുടെ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി റീപ്ലേസ് ഈച്ച് സ്ക്വയർ ലാമിന വിത്ത് പോയിന്റ് മാസ് ഓഫ് 1 കിലോഗ്രാം അറ്റ് C1, C2, C3. ഈ ലാമിനെ മാറ്റിയിട്ട് C1, C2, C3 എന്ന് പറയുന്നതിലുള്ള 3 പോയിന്റ് മാസസ് ഈച്ച് ഓഫ് 1 കിലോഗ്രാം ആയിട്ട് ഈ ചിത്രത്തെ നമുക്ക് മാറ്റാം. അപ്പൊ ഇതെല്ലാവരും എഴുതിയോ? പെട്ടെന്ന് എഴുതാം. ഡയഗ്രാം വരക്കാൻ ഇപ്പൊ അല്ലെങ്കിൽ സ്പേസ് ഇട്ടിട്ട് നിങ്ങളുടെ ഫോൺ നോക്കി റെഫർ ചെയ്തിട്ട് ഈ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തിട്ട് C1, C2, C3യുടെ. ഓക്കെ, എങ്ങനെയാണ് C1, C2, C3 കിട്ടിയത് എന്നുള്ളത് ഈസി ആയിട്ട് ഇതിന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത നമ്മൾ ആ 3 പോയിന്റുകൾ മാത്രം മാർക്ക് ചെയ്യാം. ആണോ? C1 1/2 3/2, C2 1/2 1/2, C3 3/2 1/2. XY കോർഡിനേറ്റ്സ് വെച്ച് മാർക്ക് ചെയ്തു. അതിന് നമ്മൾ നമ്മുടെ 3 പാർട്ടിക്കിൾ സിസ്റ്റം ആയിപ്പത് ഇതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടെത്തുക. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടെത്തണമെങ്കിൽ ആദ്യം എല്ലാത്തിന്റെ നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടെത്തണം, സെന്റർ ഓഫ് മാസിന്റെ വൈ കോർഡിനേറ്റ് കണ്ടെത്തണം. കാരണം XY കോർഡിനേറ്റ്സ് ആയിട്ടാണ് നമുക്ക് ഇതുള്ളത്. സെന്റർ ഓഫ് മാസിന്റെ ഇവിടെ Z ഇല്ല, ഒരു പ്ലെയിനിലാണ്, പ്ലെയിൻ ഷീറ്റ് ആണ്. അപ്പൊ Z ഇല്ല, അപ്പോൾ എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ x1 എന്ന് പറയുന്നത് ഇതാണ് 1/2. C1ന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. x2 എന്ന് പറഞ്ഞാൽ C2ന്റെ എക്സ് കോർഡിനേറ്റ് ആണ്, അത് 1/2. x3 എന്ന് പറഞ്ഞാൽ C3യുടെ എക്സ് കോർഡിനേറ്റ് ആണ്, സോ 3/2. അപ്പൊ x1, x2, x3 ആർ ദി എക്സ് കോർഡിനേറ്റ്സ് ഓഫ് ദി പാർട്ടിക്കിൾസ് അറ്റ് C1, C2 and C3. അപ്പൊ 3 എക്സ് കോർഡിനേറ്റ് കിട്ടി. അതേപോലെ വൈ കോർഡിനേറ്റ്സ് എഴുതിയാൽ y1 3/2, y2 1/2 and y3 1/2. 3 കിട്ടി. മാസോ M1ന്റെ മാസ് C1ലുള്ള പോയിന്റ് എല്ലാത്തിൻ്റെതും 1 കിലോഗ്രാം ആണ്. അപ്പൊ M1 കിട്ടി, x1 കിട്ടി, M2 കിട്ടി, x2 കിട്ടി, M3 കിട്ടി, x3 കിട്ടി, ഈ y1 കിട്ടി, y2 കിട്ടി, y3 കിട്ടി. എല്ലാ ഡാറ്റാസുമായി ഇനി നമ്മുടെ ഇക്വേഷൻ എഴുതുക. കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് മാസ്, എക്സ് കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഫോർ 3 പാർട്ടിക്കിൾ സിസ്റ്റം ഈസ്, നമ്മൾ നേരത്തെ പഠിച്ച M1x1 + M2x + etc + mn(xn) divided by M1 + M2 + M3 എന്നായിരുന്നു. ഇവിടെ 3 പാർട്ടിക്കിളേ ഉള്ളൂ. സോ M1x1 + M 1 കിലോഗ്രാം ആണ്, എല്ലാം 1 കിലോഗ്രാം. അപ്പൊ 1 കിലോഗ്രാം ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് അടുത്തത് M2 എന്ന് പറഞ്ഞാൽ അഗൈൻ ഇറ്റ് ഈസ് 1 കിലോഗ്രാം. സോ 1 കിലോഗ്രാം ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2 പ്ലസ് M3 1 കിലോഗ്രാം ആണ്. സോ 1 ഇൻറ്റു x3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3/2. 1 × 1/2 പറഞ്ഞാൽ 1/2 ഡിവൈഡഡ് ബൈ M1 + M2 + M3 പറഞ്ഞാൽ 1 + 1 + 1.
അപ്പോൾ that is 1 into 1 by 2 ആണ് 1 by 2 plus 1 into 1 by 2 ആണ് 1 by 2 plus 1 into 3 by 2 ആണ് 3 by 2 divided by 1 plus 1 plus 1 ആണ് 3. So ഇനി ഇത് മൂന്നും കൂടി കൂട്ടിയാൽ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റർ മുകളിലുള്ള അതേപോലെ കൂട്ടുമ്പോൾ 3 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 4 1 5 5 by 2 0 5 by 2 divided by 3 5 by 2 നെ 3 കൊണ്ട് ഹരിച്ചാൽ 5 by 6 ആവും ആണല്ലോ. സോ 5 by 6 മീറ്റർ ഈസ് ദി ആൻസർ. അപ്പൊ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് കിട്ടി 5 by 6. ഇനി വൈ കോർഡിനേറ്റ് പ്രത്യേകിച്ച് പറയേണ്ട, അതേപോലെ ചെയ്താൽ നമ്മൾക്ക് അത് അതും 5 by 6 ആണെന്ന് കണ്ടെത്താൻ പറ്റും. ഇതേ ഇക്വേഷൻ ഇതേപോലെ x1ന്റെ സ്ഥാനത്ത് y1 കൊടുക്കണം, y2 കൊടുക്കണം, x3ന്റെ സ്ഥാനത്ത് y3 കൊടുക്കണം. അങ്ങനെ പോയാൽ you can see that the center of mass is at 5 by 6, 5 by 6. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തും. സെന്റർ ഓഫ് മാസിനെ ലൊക്കേറ്റ് ചെയ്യും. ആ എൽ ഷേപ്ഡ് ലാമിനയുടെ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക 5 by 6 മീറ്റർ എക്സ് ഡയറക്ഷനിലും 5 by 6 മീറ്റർ വൈ ഡയറക്ഷനിലും ക്രോസ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും. ഓക്കെ, this is how you will find out the center of mass if you know the coordinates of the individual particles. ഇവിടെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ ഈ എൽ ഷേപ്ഡ് ലാമിനയിൽ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ ഒക്കെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ അതിന്റെ കോമൺ സെൻസ് ലോജിക് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ നമുക്ക് സെന്റർ ഓഫ് മാസ് അറിയുന്ന സിമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പുകളാക്കിയിട്ട് മാറ്റുക. ദാറ്റ് ഇസ് എ യൂഷ്വലി സക്സസ്ഫുൾ ട്രിക്ക്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ശരിക്കും മനസ്സിലാക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റർ ഓഫ് മാസിന്റെ കുറെ കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റ്, മോഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഈസ് കംപ്ലീറ്റ്ലി ഗവേൺഡ് ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സസ് എന്നാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രൂഫ് ആയതുകൊണ്ട് ചെയ്യാണ്. പരീക്ഷയ്ക്ക് അത്ര ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ സെന്റർ ഓഫ് മാസിന്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ദി സെന്റർ ഓഫ് മാസ്, സിഗ്നിഫിക്കൻസ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്നും അതിന്റെ ഡിഫിനിഷനും അതിന്റെ കോർഡിനേറ്റുള്ള ഇക്വേഷൻ ചോദിക്കാറുണ്ട്. മോഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് എന്നുള്ളത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇതേപോലെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പറയുന്നു. ചോദിക്കൂല എന്നല്ല കേട്ടോ. ഇവിടെ നമ്മൾ തെളിയിക്കുന്നത് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് സെന്റർ ഓഫ് മാസിന്റെ മോഷൻ ഈസ് കംപ്ലീറ്റ്ലി ഗവേൺഡ് ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ്. ഫസ്റ്റ് നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റൽ ഇക്വേഷൻ എഴുതി. അഗൈൻ RCM ഈസ് എ വെക്ടർ. ഒന്ന് പോവാ. സോ ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ കിട്ടിയാൽ പിന്നെ അടുത്ത നമുക്ക് മോഷൻ പഠിക്കാന്ന് പറഞ്ഞാൽ അടുത്ത പിന്നെ എന്താണ്, വെലോസിറ്റി കാണാം. വെലോസിറ്റി കാണണമെങ്കിൽ പൊസിഷൻ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നാലാമത്തെ ചാപ്റ്ററിൽ 2 ഡയമെൻഷണൽ മോഷന്റെ കേസ് പഠിച്ചപ്പോൾ പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് വെലോസിറ്റി വെക്ടർ. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദിസ് ഈസ് ദി പൊസിഷൻ വെക്ടർ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഇത് പ്രശ്നമല്ല. നമുക്ക് എം ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ MRCM എന്ന് എഴുതാം. എന്നിട്ട് MRCM is equal to M1R1 plus M2R2 plus etc plus MNRN എന്ന് എഴുതാം. അപ്പൊ MRCM is equal to M1R1 plus M2R2 plus etc plus MNRN എന്ന് എഴുതാം. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എം പുറത്തെടുക്കാം. M into d/dt of RCM എന്ന് പറയും. അതാണ് വെലോസിറ്റി ഓഫ് ദി സെന്റർ ഓഫ് മാസ് അല്ലെ. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കിട്ടും. അപ്പൊ M into d/dt of RCM എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി സെന്റർ ഓഫ് മാസ്. അപ്പൊ ചെയ്ത് നോക്കാം നമുക്ക്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് ടൈം എഴുതിക്കോളൂ എന്റെ കൂടെ തന്നെ. ഇതേപോലെ എഴുതാം. പിന്നെ M ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ MRCM എന്ന് കിട്ടും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാണല്ലോ കിട്ടുക. M1 കോൺസ്റ്റന്റ് ആണ്. ഒരു ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ മാസസ് ടൈമിനനുസരിച്ച് മാറില്ല. ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ വെക്ടേഴ്സ് സമയത്തിനനുസരിച്ച് മാറുന്നുണ്ടാവും, അവ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ M1 into d/dt of vector R1 plus M2 into d/dt of vector R2 ഇങ്ങനെ പോകും. Mn into d/dt of vector Rn. വളരെ സിമ്പിൾ ആണ്. വെക്ടർ ഒക്കെ പഠിച്ചതാണ്. നാലാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ് ഈ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ M into d/dt of RCM എന്നുള്ളത് ഇങ്ങനെ എഴുതാം. എഴുതിയല്ലോ. ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ RCM ഞാൻ സെന്റർ ഓഫ് വെലോസിറ്റി ഓഫ് ദി സെന്റർ ഓഫ് മാസ് എന്ന് മാറ്റി എഴുതി. സോ VCM മീൻസ് ദി വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. V1 d/dt of R1 എന്ന് പറഞ്ഞാൽ M1 എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ്. അതിന് ഞാൻ V1 എന്ന് എഴുതി.
d by dt of r2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ m2. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് ഞാൻ v2 എന്ന് എഴുതി. അങ്ങനെ അങ്ങനെ പോയി rn ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക അതിന്റെ വെലോസിറ്റി vn ആണ്. സോ mn vn എന്ന് എഴുതി ഇൻ ടേംസ് ഓഫ് വെലോസിറ്റീസ്. ഇനി ഇതെന്താണ്? വാട്ട് ഈസ് m1 v1? ഒന്നാമത്തെ സ്ട്രൈക്കിംഗ് റിസൾട്ട് ഇപ്പൊ തന്നെ കിട്ടും. m1 v1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റമാണ്. നമ്മുടെ സിസ്റ്റത്തിലുള്ള n പാർട്ടിക്കിൾസ് ഉണ്ട്. n മേ ബി ഇൻഫിനിറ്റ്ലി ലാർജ് ഓർ ഇറ്റ് മേ ബി 2. അപ്പൊ ആ പാർട്ടിക്കിളിൽ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റമാണ്, ടോട്ടൽ ലീനിയർ മൊമെന്റമാണ് m1 ഇൻറ്റു വെക്ടർ v1 എന്ന് പറഞ്ഞാൽ. mv എന്ന് പറഞ്ഞാൽ മൊമെന്റമാണല്ലോ. ഇത് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റമാണ്. ഇത് മൂന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ്. അങ്ങനെ പോയി ഇത് nth പാർട്ടിക്കിളിന്റെ മൊമെന്റമാണ്. സോ ദി RHS ഗിവ്സ് യു ദി ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം. അപ്പോ RHSിലുള്ളത് സിസ്റ്റത്തിലെ ടോട്ടൽ ലീനിയർ മൊമെന്റം. അപ്പൊ ഇതിന് ഞാൻ m ഇൻറ്റു വി സി എം എന്നുള്ളതിന് സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം ആയിട്ട് അങ്ങോട്ട് എഴുതാണ്. സോ പി സി എം എന്ന് എഴുതാണ് LHSന്. So center of, if MVCM is treated as the center of momentum of the center of mass, MVCM is the momentum of the center of mass, then this says you that to find the total momentum of our n particle system, നമ്മളെ കയ്യിലുള്ള ഈ സിസ്റ്റം, ഈ ഒരുപാട് ആളുകളുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള ഈ സിസ്റ്റത്തിന്റെ ആകെ മൊമെന്റം കാണണമെങ്കിൽ നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അറിവ് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ പാർട്ടികളുടെയും മൊമെന്റം കണ്ട അതിന്റെ വെക്ടർ സം ചെയ്യണം. പക്ഷെ ഈ ഇക്വേഷൻ നോക്കൂ നിങ്ങൾ, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കണ്ടാൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് ദി ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം. മനസ്സിലായല്ലോ? സെന്റർ ഓഫ് മാസിന്റെ പവർ ആണത്. സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കണ്ടാൽ മതി. നിങ്ങൾ ഓരോ പാർട്ടികളുടെ മൊമെന്റം കാണാൻ പോകേണ്ടതില്ല. If you locate the center of mass, then if you can trace the motion of the center of mass, and if you can find the velocity of the center of mass, then total mass of the system into velocity of the center of mass കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആ സിസ്റ്റത്തിലുള്ള കോടിക്കണക്കിന് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും അതിന്റെ സെന്റർ ഓഫ്, അതിന്റെ ടോട്ടൽ മൊമെന്റം കിട്ടും. So to find total momentum, you don't need to add the momentum of the individual single particles. വെക്ടർ സം എടുക്കേണ്ട, ഓരോ പാർട്ടിക്കിളിനെയും വെക്ടർ സം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കണ്ടാൽ മതി. സോ ഫസ്റ്റ് ക്രൂഷ്യൽ റിസൾട്ട് ഈസ്, ഒന്നാമത് നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ പവർ മനസ്സിലാക്കുന്നത് എന്താണ്? ദ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു ദി മൊമെന്റം ഓഫ് ദി സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ ഏറ്റവും ഒരു ചെറിയ ഒരു അപ്ലിക്കേഷൻ അല്ല, ഒരു കൺവീനിയൻസ്, ഒരു സിഗ്നിഫിക്കൻസ്, ഒരു ഇമ്പോർട്ടൻസ്. വൈ സെന്റർ ഓഫ് മാസ് ഈസ് സോ ഫേവറബിൾ, വൈ സെന്റർ ഓഫ് മാസ് ഈസ് സോ ഹെൽപ്ഫുൾ എന്നുള്ളതിന്റെ ഒരു ഉത്തരം കണ്ടോളൂ. ടോട്ടൽ മൊമെന്റം കാണണമെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കണ്ടാൽ കിട്ടിയാൽ നിങ്ങൾക്ക് അത് സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റമാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായാലോ? സോ PCM is the momentum of the center of mass. So momentum of center of mass is equal to total momentum of the system. Okay, that is very very important concept. നിങ്ങൾ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ആശയം നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ മൊമെന്റം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടാൽ മതി? സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കണ്ടാൽ മതി. ഓർ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡിഫറൻഷിയേഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ വെലോസിറ്റിയിൽ എത്തിയിട്ടുള്ളൂ. നമ്മൾ മോഷൻ പഠിക്കണമെങ്കിൽ വെലോസിറ്റിയും വേണം, ആക്സിലറേഷനും വേണം. നമുക്കറിയാം അത് രണ്ടുമാണ് വേണ്ടത്. ഇനീഷ്യൽ കണ്ടീഷൻസും ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷൻ ആണ് നമുക്ക് ശരിക്കും വേണ്ടത്. അറിഞ്ഞാലാണ് തുടർന്നുള്ള എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് ശരിക്കും കണ്ടെത്താൻ പറ്റും. സോ ലെറ്റ് us look for the acceleration. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഏതാണ്? MVCM എന്നുള്ള ഇക്വേഷൻ. VCM is the velocity of the center of mass. VCM എന്ന് പറഞ്ഞാൽ എന്താണ്? M1 V1. ഇതിൽ നിന്ന് VCM എന്നുള്ള ഇക്വേഷൻ എഴുതിയതാണ്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ RCM ഇതാണ്. Then what is the velocity of the center of mass? അതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ that is VCM is equal to M1 V1 plus M2 V2 plus Mn Vn divided by M. അപ്പൊ ഇതല്ലാതെ ഈ ഇക്വേഷൻ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ if you can find out the velocity of center of mass, നിങ്ങൾക്ക് ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം ഈസി ആയിട്ട് കിട്ടിയെന്നാണ് അർത്ഥം. യൂഷ്വലി സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കണ്ടെത്താൻ വഴികളുണ്ട്. ഓക്കെ, അപ്പൊ VCM is equal to M1 V1 plus M2 V2 plus Mn V plus etc plus Mn Vn divided by N. ഈ സിമിലാരിറ്റി നോക്കൂ, ഒക്കെ ഒരേ ഫോർമാറ്റ് ആണ്. M1 R1 plus M2 R2 plus etc plus Mn Rn. ഇവിടെ ആകുമ്പോൾ അത് M1 V1 plus M2 V2 plus etc plus Mn A. ഇനി ആക്സിലറേഷൻ കാണുമ്പോൾ ഇതേ ഫോർമാറ്റ് ഉണ്ട്. M1 A1 plus M2 A2 plus etc plus Mn An divided by M. സെന്റർ ഓഫ് മാസും അതിന്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ ഒരു വെയിറ്റഡ് ആവറേജ് ആണ്. മാസിന്റെ വെയിറ്റഡ് ആവറേജ് ആയിട്ടാണ് കാണേണ്ടത്. ശരി, ഓക്കെ.
അപ്പൊ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കിട്ടി. അതിന് നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് ഇതാണ്, എം വി എസ് സി എം ഈക്വൽ ടു M1V1 പ്ലസ് M2V2 പ്ലസ് എക്സെട്ര പ്ലസ് MnVn. ആ ഇക്വേഷൻ ഒന്നും കൂടി എടുത്തെഴുതുക, അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ ചെയ്യാം, ഇനി ഞാൻ പറയണമെന്നില്ല, എല്ലാത്തിനും നിങ്ങൾക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത അതേപോലെ ഇപ്പൊ വെലോസിറ്റിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, നേരത്തെ പൊസിഷൻ വെക്ടറിനെയായിരുന്നു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കിട്ടുന്നത് ആക്സിലറേഷൻസ് ആയിരിക്കും. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. M ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് VCM ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് V1 പ്ലസ് M2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് V2 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഇനി നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് VCM നമുക്ക് ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് എന്ന് എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് V1 ആക്സിലറേഷൻ ഓഫ് ദി ഫസ്റ്റ് പാർട്ടിക്കിൾ, M1 മാസുള്ള ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ. ഡി ബൈ ഡി ടി ഓഫ് V2 ഇസ് ദി ആക്സിലറേഷൻ ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ ആൻഡ് സോ ഓൺ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ടോട്ടൽ മാസ് M ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു A1 പ്ലസ് M2 ഇൻറ്റു വെക്ടർ A2 പ്ലസ് എക്സെട്ര പ്ലസ് Mn ഇൻറ്റു വെക്ടർ An. ഇവിടെ A1, A2, A3, etc. are the individual accelerations of the individual particle. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നോക്കൂ, എന്താണ് LHS നമുക്ക് മനസ്സിലായി ടോട്ടൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ്. RHS തന്നിരിക്കുന്നത് എന്താണ്? M1A1 പ്ലസ് M2A2 ഇങ്ങനെയാണ് തന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ F ഇസ് ഈക്വൽ ടു MA എന്നാണ്. അപ്പൊ M1A1 എന്ന് പറഞ്ഞാൽ ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ M1A1 റെപ്രസെന്റ്സ് ദി ടോട്ടൽ ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾ 1. ഒന്നാമത്തെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒന്നാമത്തെ പാർട്ടിക്കിൾ മേൽ M1 മാസുള്ള ഒന്നാമത്തെ പാർട്ടിക്കിൾ മേൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് M1A1. ആ ഫോഴ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ആ M1 എന്ന പാർട്ടിക്കിൾ മേൽ മറ്റു പാർട്ടിക്കിൾസ് എക്സേർട്ട് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ആ M1 എന്ന പാർട്ടിക്കിൾ മേൽ സിസ്റ്റത്തിന്റെ പുറത്തുനിന്നും എക്സേർട്ട് ചെയ്യപ്പെടുന്ന എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ടാവും. സോ M1A1 is equals the net force acting on the particle M1 or first particle, which includes both internal and external forces. That is very very important. അപ്പൊ M1A1 എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, M1 മേൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇന്റേണൽ ഫോഴ്സസ് ആൾസോ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് നെറ്റ് ഫോഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോ M1A1 എനിക്ക് ഇങ്ങനെ എഴുതാം. M1A1 ന്യൂട്ടന്റെ ലോ അനുസരിച്ച് ഇറ്റ് ഈസ് ദി നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ M1 which is equal to F1E plus F12 plus F13 plus F etc plus F1n. അപ്പൊ F12 എന്ന് പറയുന്നത് M1ൽ M2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. F13 എന്ന് പറയുന്നത് M1ൽ M3 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇതൊക്കെ ഇന്റേണൽ ഫോഴ്സസ് ആണ്. ഈ F12, F13, F1n എക്സെട്ര എന്ന് പറയുന്ന ഈ ഭാഗം മൊത്തം ഇന്റേണൽ ഫോഴ്സസ് ആണ്. ആൻഡ് F1E എന്ന് കൊടുത്തത് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. F1E is the total external force acting on the particle M1. Here F1E is the net external force on particle 1 and all other are internal forces between the particles. മനസ്സിലായല്ലോ? ഈ M1A1 എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ലോ അനുസരിച്ച് നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ M1 ആണ്. നമുക്കറിയാം ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ M1 ആണ്. അപ്പൊ M1 എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. ആ പാർട്ടിക്കിൾ മേൽ മറ്റു പാർട്ടിക്കിൾസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ സിസ്റ്റത്തിൽ പുറത്തുനിന്ന് വരുന്ന ഫോഴ്സും ആ പാർട്ടിക്കിൾ മേൽ ഉണ്ടാവാം. അപ്പൊ ആ പാർട്ടിക്കിൾ മേലുള്ള ടോട്ടൽ ഫോഴ്സിൽ എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ടാകും, ഇന്റേണൽ ഫോഴ്സസ് എന്തായാലും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇങ്ങനെ എഴുതിയത്. ഇനി അതേപോലെ M2A2 എഴുതാം. ഇറ്റ് ഈസ് F2E പ്ലസ് F12 പ്ലസ് എക്സെട്ര അതേപോലെ എഴുതാം. ഓക്കെ, M1A1 എഴുതിയല്ലോ, അതേപോലെ M2A2 ഇതേപോലെ എഴുതാം ആൻഡ് സോ ഓൺ. എല്ലാ പാർട്ടിക്കിളിനും ഇതേപോലെ ഇക്വേഷൻ എഴുതാം. ഇനി അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1A1 പകരം ഇത് F1E പ്ലസ് F12 പ്ലസ് F13 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M2A2 പകരം F2E പ്ലസ് F21 പ്ലസ് ഈ ഇന്റേണൽ ഫോഴ്സുകളുടെ ടേം വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ മൊത്തം നമുക്ക് കഴിഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ കിട്ടും? MACM is equal to M1A1 plus M2A2 plus etc plus MNAN എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ F1E ആദ്യത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ F1E പ്ലസ് F12 പ്ലസ് അങ്ങനെ പോകും. പിന്നെ ഇതിന് F2E പ്ലസ് F23 പ്ലസ് F21 പ്ലസ് അങ്ങനെ പോകും. അങ്ങനെ ഓരോന്നിനും എഴുതാം. അതിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സുകളൊക്കെ ആദ്യം ഇങ്ങോട്ട് എഴുതുക, ഇന്റേണൽ ഫോഴ്സുകളൊക്കെ രണ്ടാമത്തെ ടൈം ആയിട്ട് എഴുതാം. അപ്പൊ ആദ്യം എക്സ്റ്റേണൽ ഫോഴ്സുകൾ മൊത്തം സം ചെയ്യുക, ദെൻ ഇന്റേണൽ ഫോഴ്സുകൾ മൊത്തം സം ചെയ്യുക. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് F12 F21 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, F13 F31 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഇതിലുള്ള ഓരോ ടേമിനും, ഇതിൽ എഴുതുന്ന ഓരോ ഫോഴ്സിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടേം അപ്പുറത്തുണ്ടാവും. അതിന്റെ അർത്ഥം ഈ ബ്രാക്കറ്റിലുള്ളത് സം ഓഫ് ദി ഇന്റേണൽ ഫോഴ്സസ് ആണ് ആൻഡ് ദേ വിൽ സം ടു സീറോ. ദി ഇന്റേണൽ ഫോഴ്സസ് വിൽ സം ടു സീറോ. ഈ ബ്രാക്കറ്റിലുള്ള ടേംസിന്റെ സമ്മേഷൻ സീറോ ആയിരിക്കും. ഓക്കെ, ബാക്കി വരുന്നത് ആരാണ്? ഇത്രയും ആളുകളാണ്. ഇതെന്താണ്? ഓരോ പാർട്ടിക്കിൾസിലുമുള്ള
നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സുകളാണ്. ഇത് സം ചെയ്താൽ കിട്ടുന്നത് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ അവർ സിസ്റ്റം. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും the MACM is equal to F1E plus F2E plus etc plus 0. ഇത് 0 ആയി പോയി. So that is equal to F, the net external force on ഈ ടേമിന് നമുക്ക് net external force on the system എന്ന് എഴുതാം. അപ്പൊ F is equal to MACM, where F is the net external force on the system, and this is the Newton's second law for a system of particles. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്, ഓഫ് കോഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് തേർഡ് ലോ. അപ്പൊ ദിസ് ഈസ് ദി ന്യൂട്ടൺ സെക്കൻഡ് ലോ. This can be treated as the Newton's second law for the system of particles. അപ്പോൾ നമുക്ക് ഒരു വഴി തെളിഞ്ഞു വന്നു. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ആ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ ഓരോ പാർട്ടിക്കിൾസിനും ന്യൂട്ടന്റെ ഇക്വേഷൻ എഴുതി അതിന്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഈസി അല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു വഴി കിട്ടി. നമുക്ക് സെന്റർ ഓഫ് മാസിന് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സെന്റർ ഓഫ് മാസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സെന്റർ ഓഫ് മാസിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിനെ മാത്രം, ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദർ ഇസ് നോ ഇന്റേണൽ ഫോഴ്സ് ഇൻ ദിസ് ഇക്വേഷൻ. ഇന്റേണൽ ഫോഴ്സ് ഇവിടെ 0 ആയി പോയി, ക്യാൻസൽ ചെയ്ത് പോയി. സോ യു ക്യാൻ റൈറ്റ് ഫോർ ദി സെന്റർ ഓഫ് മാസ് F is equal to MA, where M is the total mass of the system, A is the acceleration of the center of mass. അല്ലെങ്കിൽ net external force acting on the system is equal to total mass of the system into acceleration of the center of mass, or acceleration of the center of mass is equal to total force, net external force on the system divided by total mass of the system. That is, the acceleration of the center of mass is influenced only by the external force. Internal force has no role in the motion of the center of mass. Center of mass in the motion ആരാണ് ഉണ്ടാക്കുന്നത്? ഈ ആക്സിലറേഷൻ ആണ് സെന്റർ ഓഫ് മാസിനെ മൂവ് ചെയ്യിക്കുന്നത്. ഈ ആക്സിലറേഷൻ ആണ് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയിൽ മാറ്റം വരുന്നത്. വെലോസിറ്റിയിൽ മാറ്റം വരുമ്പോഴാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ മാറുന്നത്. മോഷൻ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആക്സിലറേഷൻ ഉണ്ടാവുന്നു, ആക്സിലറേഷൻ വെലോസിറ്റിയെ മാറ്റുന്നു, വെലോസിറ്റി അതിന്റെ പൊസിഷൻ, വെലോസിറ്റി മാറുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറും. അപ്പോ ദിസ് മീൻസ് ദാറ്റ് സെന്റർ ഓഫ് മാസിന്റെ മോഷനെ ഗവേൺ ചെയ്യുന്നത് എന്ത് മാത്രമാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം. സോ ദിസ് ഈസ് ദി ക്രൂഷ്യൽ റിസൾട്ട്. നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ സിഗ്നിഫിക്കൻസ് പറയുക മാത്രമല്ല, ഫിസിക്സിൽ ആവശ്യമുള്ളത് പ്രൂഫാണ്. സോ ദിസ് ഈസ് ദി പ്രൂഫ്. ഹിയർ ഈസ് ദി പ്രൂഫ്. ഇനി ആർക്കും സംശയം വേണ്ട. The center of mass is, motion of the center of mass is exclusively governed by the external forces alone. അതാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പ്രൂവ് ചെയ്തത്. ഈ പ്രൂഫ് നിങ്ങൾക്ക് ഇനിയിപ്പം പ്രയാസം ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ, ഒഴിവാക്കണമെന്നല്ല, ഇതൊരു സിമ്പിൾ പ്രൂഫാണ്. ഇതിൽ വലിയ സംഗതികളൊന്നുമില്ല. പക്ഷെ പലപ്പോഴും ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പലപ്പോഴും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ നിങ്ങൾ എവിടെ ചെയ്താൽ മതി എന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ എഴുതിയില്ലേ, പറഞ്ഞുതരാം. ഇവിടെ എഴുതി M1A1 plus M2A2 plus etc plus MNAN എന്ന് എഴുതിയിട്ട്, എന്നിട്ട് എഴുതാ ഓൺ ദി RHS പിന്നെ ഇവിടെ M1 ഈ ഇത് എഴുതിയിട്ട് നേരെ എഴുതിയാൽ മതി. ഓൺ ദി RHS the forces on the particles include both external and internal forces, but the internal forces will sum to 0 and only external forces remain എന്നുള്ള ഒരു സെന്റൻസ് എഴുതിയിട്ട്, സെന്റൻസ് ഒന്നും കൂടി പറയാം, ഇത്രയും എഴുതിയിട്ട്, on the RHS the forces on the particles include both internal forces and external forces, but according to Newton's third law, അതുകൂടി എഴുതിക്കോളൂ, according to Newton's third law, the internal forces will sum to 0. Then we can write എന്ന് എഴുതിയിട്ട് ഈ ലൈനിൽ എടുത്താണ് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? MACM is capital M into ACM is equal to M1A1 M1 vector A1 plus M2 vector A2 plus etc എന്ന് എഴുതിയിട്ട്, on the RHS the forces on the individual particles include both internal and external forces, but according to Newton's third law, the internal forces will sum to 0, or internal forces will cancel on summation. അങ്ങനെ എന്തെങ്കിലും എഴുതാം. sum to 0 എന്ന് എഴുതിയാം. Then we can write F is equal to capital vector F is equal to M into capital M into ACM vector ACM. എന്നിട്ട് എഴുതുമ്പോൾ F is the net external force on the system, and this is the Newton's second law for
system of particles. F is the total external force. അതിന്റെ കൂടെ ഇത് internal force has no role in the motion of center of mass. ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് വിശദമാക്കാനാണ് ഇതൊക്കെ എഴുതിയത്. ഇത് നേരെ കണ്ട് എഴുതിയാലും മതി. മനസ്സിലായി കാണുമല്ലോ. എക്സാമിന് അത്ര എഴുതിയാലും മതി. നിങ്ങൾ ഇതൊക്കെ പഠിച്ചെഴുതുന്നതാണ് നല്ലത്, കഴിയുമെങ്കിൽ. പ്രയാസമുള്ളവർ നേരെ ഇതിലേക്ക് എഴുതാം. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രൂഫ് അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ കൺസെപ്റ്റ് എപ്പോഴും ആവശ്യമാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ഇനി ഇവിടെ നേരത്തെ നമ്മൾ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് പറഞ്ഞ പോലെ ഇവിടെ ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് m1a1 പ്ലസ് m2a2 പ്ലസ് m3mn ഡിവൈഡഡ് ബൈ m. നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ്. അത് നമുക്ക് പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് എന്നുള്ള ഇക്വേഷൻ അറിയാം. m1r1 പ്ലസ് m2r2 പ്ലസ് എക്സെട്ര mnrn ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര mn, അല്ലെങ്കിൽ ടോട്ടൽ മാസ് ചെയ്യാം. വെലോസിറ്റി കാണണമെങ്കിൽ m1v1 പ്ലസ് m2v2 പ്ലസ് എക്സെട്ര mnvn ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ചെയ്യാം. ആക്സിലറേഷൻ കാണണമെങ്കിൽ m1a1 പ്ലസ് m2a2 പ്ലസ് എക്സെട്ര mnan ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ചെയ്യാം. Everything is in a beautiful and precise form. Okay. And the next important result is conservation of linear momentum. ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തും. ഓക്കെ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നമ്മൾ മുമ്പ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പഠിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നാണ്? F is equal to dp by dt എന്നുള്ള ഇക്വേഷൻ എഴുതി. ആൻഡ് if F is equal to 0, dp by dt equal to 0, which means P is equal to a constant. That is for a single particle. That is for a single particle. ഇനി ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനും ആ കൺസർവേഷൻ ബാധകമാണ്. ആ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ എക്സേർട്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ മൊമെന്റം 0 ആണ്. പക്ഷേ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒരു ഇൻഡിവിജ്വൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് 0 എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. കാരണം മറ്റ് പാർട്ടിക്കിൾസ് അതിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന് ഒരു സ്കോപ്പും ഇല്ല എന്നുള്ള സംശയം വരും. കാരണം ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഒരു പാർട്ടിക്കിൾ അല്ലല്ലോ ഉള്ളത്, ചുറ്റുപാടും വേറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ആ പാർട്ടിക്കിൾസ് ഒക്കെ ഇതിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നെറ്റ് ഫോഴ്സ് എങ്ങനെയാ പാർട്ടിക്കിളിൽ 0 ആവുക? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും. ചിന്തിക്കുന്നവർക്ക് സംശയം ഉണ്ടാവും. ആ സംശയത്തിനുള്ള ഉത്തരമാണ് അടുത്ത് പറയാൻ പോകുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് എങ്ങനെയാണ് നമ്മൾ ലീനിയർ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ചു, if F is the external force acting on the system, then MACM is equal to F is equal to MACM. If the total external force acting on the system is 0, F is equal to 0, then ഇത് ഈ ഇവിടെ 0 ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം M into ACM 0 ആണ് എന്ന് പറഞ്ഞാൽ M ഒരിക്കലും 0 ആവില്ല. ടോട്ടൽ മാസ് 0 ആയ പിന്നെ സിസ്റ്റം ഇല്ലല്ലോ. അപ്പൊ ACM 0 ആവാം. അപ്പൊ ആക്സിലറേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് 0 ആവും ആ കേസിൽ. അതായത് വെലോസിറ്റി ഓഫ് ദി സെന്റർ ഓഫ് മാസ് കോൺസ്റ്റന്റ് ആവും. വെലോസിറ്റി ഓഫ് ദി സെന്റർ ഓഫ് മാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൊമെന്റം ഓഫ് ദി സെന്റർ ഓഫ് മാസ് MVCM is a constant. അത് നമ്മൾക്ക് എങ്ങനെ പറയാം? If the net external force on the system is 0, then the momentum of the center of mass remains constant. Momentum of the center of mass should remain constant in the absence of external force. അല്ലാതെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ പാർട്ടിക്കിളിന്റെയും മൊമെന്റം 0 ആണ് അല്ലെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് ആവില്ല. പക്ഷെ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നേ പറയാൻ പറ്റൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം എന്താണ്? സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം ആണ്. കഴിഞ്ഞ ഡെറിവേഷൻ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മൊമെന്റം ഓഫ് ദി സെന്റർ ഓഫ് മാസ്. അപ്പോ ഇഫ് ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, then the total momentum of the system should be a constant, or the momentum of the center of mass is a constant. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്താ? സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണല്ലോ. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്ട് വരെ എന്താണ്? ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരു റിജിഡ് ബോഡിയാന്ന് വിചാരിച്ചോളൂ. അത് ഇനീഷ്യലി റെസ്റ്റിലാണെങ്കിൽ, അതിന്മേൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ലെങ്കിൽ, ആ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഇനി ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോളൂ. ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഇന്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, അതിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്തായിരിക്കും? ആ സിസ്റ്റം മൊത്തത്തിൽ റെസ്റ്റിലാണെങ്കിൽ, സെന്റർ ഓഫ് മാസ് നേരത്തെ റെസ്റ്റിലായിരുന്നെങ്കിൽ ഇപ്പോഴും റെസ്റ്റിലായിരിക്കും. ഇനി സെന്റർ ഓഫ് മാസ് നേരത്തെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
അതുപോലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, അപ്പൊ സെന്റർ ഓഫ് മാസ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അങ്ങനെ മൂവ് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണോ ആ വെലോസിറ്റിയിൽ അങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞത്. നമ്മൾ സാധാ മൊമെന്റം സിംഗിൾ പാർട്ടിക്കിൾ പറയുന്നത് പോലെ തന്നെ ഇവിടെ സെന്റർ ഓഫ് മാസിലാണ്, സെന്റർ ഓഫ് മാസിന് ആണ് ആ പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചാൽ മതി. സോ ഇഫ് ദി ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, linear momentum of the system remains constant. Total linear momentum of the system remains constant. നമ്മൾ ഇവിടെ കിട്ടിയത് സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് എന്നാണ്. നമ്മൾ എഴുതിയത് ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ്. കാരണം സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റവും ടോട്ടൽ സെയിം തന്നെയാണ്. അങ്ങനെയും എഴുതാം. ഒരു മിനിറ്റ് ഒന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദി center of mass remains constant for total linear momentum of the system total ആവശ്യമില്ല. So this is the statement. If the total external force acting on a system is zero, linear momentum of the center of mass remains constant, or total linear momentum of the system remains constant. കാരണം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് linear momentum of the center of mass എന്ന് പറഞ്ഞാൽ that is the momentum of the system. ഈ ലീനിയർ എന്ന് പറയുന്നത് മൊമെന്റം എന്ന് പറയുന്നത് സാധാരണ ഇതുവരെ നമ്മൾ പഠിച്ച മൊമെന്റം തന്നെയാണ്, മാറ്റൊന്നുമില്ല. എന്തുകൊണ്ട് ലീനിയർ എന്ന് പറയുന്നത്? ഇനി നമ്മൾ ആംഗുലാർ മൊമെന്റം എന്നാണ് പുതിയൊരു സാധനം പഠിക്കും. അപ്പോൾ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റവും നോർമലി പറഞ്ഞാൽ അത് ലീനിയർ മൊമെന്റം ആണ്. അപ്പോൾ അതൊന്നുകൂടി സ്പെസിഫിക്, ഈ ചാപ്റ്ററിൽ ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും രണ്ടും വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ ലീനിയർ എന്നുള്ള പദം എപ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ്? ഇഫ് ദി ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, the linear momentum of the center of mass remains constant, or the total linear momentum of the system remains constant. ടോട്ടൽ ലീനിയർ മൊമെന്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലുള്ള ഓരോ പാർട്ടിക്കിളുടെയും മൊമെന്റം എടുത്തിട്ട് അത് ടോട്ടൽ സം ചെയ്യണം. അതാണ് ടോട്ടൽ ലീനിയർ മൊമെന്റം. ഓക്കെ, ഇന്ന് ഇത്രയും മതി. സോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ വരാറുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ഇന്ന് നമ്മൾ പഠിച്ചതിൽ നമ്മളെ സെന്റർ ഓഫ് മാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ, സെന്റർ ഓഫ് മാസ് കണ്ടെത്താനുള്ള പ്രോബ്ലം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിഗ്നിഫിക്കൻസ് എന്താണ് സെന്റർ ഓഫ് മാസിന്റെ, അതിന്റെ പെക്യൂലിയാരിറ്റി എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ സെന്റർ ഓഫ് മാസിന്റെ മോഷനെ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതിന്റെ ആ പ്രൂഫ്, അത് ആ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പൊ ഈ മുകളിൽ പറഞ്ഞ പ്രൂഫിന്റെ. അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ആണ്. പിന്നെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും സിസ്റ്റത്തിൽ ഇല്ല എങ്കിൽ, സിസ്റ്റത്തിലുള്ള ടോട്ടൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണ് എങ്കിൽ, ഈ സിസ്റ്റത്തിലുള്ള ഓരോ പാർട്ടിക്കിൾസിന്റെയും മൊമെന്റം സീറോ ആണെന്ന് പറയാൻ പറ്റില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ? ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം സീറോ ആവാം, ആകും, എന്നല്ല ആകും. ആൻഡ് ദി മൊമെന്റം ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഈസ് if the net external force acting on the system is zero, then the total momentum of the system remains constant എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ momentum of the center of mass remains constant എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളുടെ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സിസ്റ്റത്തിന്റെ മൊത്തം മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. എപ്പോ? സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സെന്റർ ഓഫ് മാസ് പിന്നെ മൊമെന്റം കോൺസ്റ്റന്റ് ആവില്ല, സെന്റർ ഓഫ് മാസിന് ആക്സലറേഷൻ ഉണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. ഇത്രയും മതി. ഇത് നല്ലോണം മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. വെറുതെ ഇക്വേഷൻസ് ഇങ്ങനെ പഠിച്ചു പോയാൽ അത്ര ഉപകാരപ്പെടൂല. ഓരോന്നിനെ കുറിച്ചും ചിന്തിച്ച് ആലോചിച്ച് എങ്ങനെയാണെന്ന് കൃത്യമായി നിങ്ങളുടെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലാവുള്ളൂ. ഒരു ചോദ്യം കൺസെപ്റ്റ്സിലായിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ആ രീതിയിൽ പഠിക്കണം.
ഇക്വേഷൻസ് മാത്രം വിഴുങ്ങി 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 വെച്ചതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷക്കാലം മാർക്ക് കിട്ടും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു എക്സാമിന് ഒന്ന് കൺസെപ്ച്വൽ ആയിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ പല കുട്ടികളും പതറുന്നത് കാണാം. നന്നായി മാർക്ക് വാങ്ങുന്ന കുട്ടികൾ വരെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പലപ്പോഴും ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്വേഷൻ തന്നിട്ട് ഇതിന്റെ കറക്റ്റ്നെസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഒരു നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നാൽ പല നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ വരെ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അത് ഇതുകൊണ്ടാണ് അതിന്റെ ഇക്വേഷൻസ് അങ്ങനെ പഠിക്കും, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുമെന്നല്ലാതെ വാട്ട് ഈസ് ഗോയിങ് ബിഹൈൻഡ് ഓൾ ദീസ്, വാട്ട് ഈസ് ദി നീഡ് ഫോർ ഓൾ ദീസ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൂടി മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാവുകയും ചെയ്യും, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കൈൻഡ് കോപ്പറേഷൻ.